2006 മലയാളികളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഒരു അന്യഭാഷാ നടൻ ഇവിടെ വൻ ഒരു ബ്ലോക്ക് ബസ്റ്ററുമായിട്ട് വന്നു. അത് ധീരതയോടുകൂടി മലയാളികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരുന്നു. ഡിസ്ട്രിബ്യൂട്ടർ എന്നതിനേക്കാൾ ഉപരി പ്രൊഡ്യൂസറും കൂടിയായ ശ്രീ ഖാദർ ഹസൻ, അദ്ദേഹത്തിന്റെ രഥക് ആർട്സിന്റെ ബാനറിലാണ് ഹാപ്പി ബി ഹാപ്പി എന്ന് പറയുന്ന അല്ലു അർജുന്റെ എക്കാലത്തെയും ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള പടം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിൽ 180 ദിവസത്തോളം ഹിറ്റായി ഓടിയ പടമാണ്. അപ്പോൾ വീണ്ടും 20 വർഷത്തിന് ശേഷം ഹാപ്പി ദൃശ്യ ശ്രവ്യ ഭംഗിയോടുകൂടി പുതുമയാർന്ന 4K അറ്റ്മോസിൽ വീണ്ടും മലയാളികൾക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ ഖാദർ സാർ വീണ്ടും അവസരം ഒരുക്കിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഈ പ്രസ് മീറ്റിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്ന് നമുക്ക് ഈ പ്രസ് മീറ്റിലേക്ക് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന അതിഥികളെ ഞാൻ ഒന്നും പരിചയപ്പെടുത്താം. ആദ്യമായി ഈ പടത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടർ ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടർ എന്നൊക്കെ പറയാവുന്ന ശ്രീ പ്രൊഡ്യൂസറും കൂടിയായ ഖാദർ ഹസൻ, പുള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പരിചയപ്പെടുത്തുന്നു. മറ്റൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കൂടുതൽ മുഖവരൊന്നും വേണ്ട, അല്ലു അർജുൻ എന്ന പേര് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ശബ്ദം, അല്ലുവിന്റെ മലയാളം ശബ്ദം, നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള സംവിധായകൻ ജിസ് ജോയ് തിരക്കുകളിൽ ഓടിയെത്തിയിട്ടുണ്ട്. പടത്തിന്റെ സംവിധായകൻ ശ്രീ കരുണാരൻ സാറ് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അല്ലുവിന്റെ പടങ്ങൾ ഇവിടെ മറുഭാഷാ ചിത്രങ്ങൾ, അല്ലുവിന്റെ പടങ്ങൾ നല്ല മറുഭാഷാ ചിത്രങ്ങൾ വരുന്ന സമയത്ത് അറിയാം, പാട്ടുകൾക്ക് ഏറെ ഭംഗിയും ഏറെ ശ്രവ്യമായിട്ടുള്ള രീതിയിലാണ് അതിന്റെ വരികളും വരുന്നത്. അല്ലുവിന്റെ തന്നെ കുറേ പടങ്ങളിൽ എനിക്ക് തോന്നുന്നു അവസാനം പുഷ്പ 2 വരെ എത്തി നിൽക്കുകയാണ്. ലിറിസിസ്റ്റായിട്ടുള്ള ഷിജു തുറവ് 4 പേരെയും ഈ പരിപാടിയിലേക്ക് കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പരിപാടി തുടങ്ങാൻ വേണ്ടി ഖാദർ സാർ വന്നു. ജൂൺ 12-ാം തീയതി കേരളത്തിലെ 100ഓളം തിയേറ്ററുകളിൽ ഹാപ്പി ബി ഹാപ്പി റിലീസ് ചെയ്യാണ്. തീർച്ചയായിട്ടും ഒരു തലമുറ അല്ലെങ്കിൽ 2 തലമുറ മാറുന്ന തരത്തിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന അവർക്ക് 15 20 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സായിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് 45ഓളം വയസ്സായിട്ടുണ്ടാകും. അപ്പോൾ അവർ മാറി മറ്റൊരു ജനറേഷന് വേണ്ടിയാണ് ഈ സിനിമ പ്രധാനമായിട്ടും റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം, ജെൻസി 2K ജനറേഷന് വേണ്ടി ഈ സിനിമ 12-ാം തീയതി തിയേറ്ററുകളിൽ എത്തിക്കുകയാണ്. ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്നുള്ള എൻ്റെ ഒരു അപേക്ഷയാണ് ആദ്യമുള്ളത്. ബാക്കി നിങ്ങൾ ആവശ്യപ്പെടുന്നത് തരാം. താങ്ക് യു. நமஸ்காரம், ഞാൻ കരുണാകരൻ. എനിക്ക് ரொம்ப சந்தோஷமா இருக்கு. என்னோட படம் மலையாளத்தில் ஹிட்டானது அதாவது பெரிய விஷயம். அது ஒரு 20 இயர்ஸ்க்கு அப்புறம் மறுபடியும் ரீரிலீஸ் ஆகுது. இவ்வளவு வரவேற்பு இருக்கு. இவ்வளவு தூரம் இப்போ உள்ள ஜென்ரேஷன்லாம் அந்த ரீல்ஸ் பண்ணுறதெல்லாம் நான் ஹைதராபாத்லேருந்து பார்க்குறேன். ஸோ அப்பப்போ சார்கிட்ட ஃபோனில் பேசுவேன். அப்போது இந்த மாதிரி ரீரிலீஸ் பண்ணுறேன்னு சொன்னப்போ ரொம்ப எக்ஸைட்டாக, சார் நான் வரேன் சார், நான் கொச்சின் வந்து நான் பார்க்கணும் சார் அப்படின்னு சொல்லி நான் வந்தேன். ஸோ ஐ எம் ஸோ எக்ஸைட்டட். எனக்கு ரொம்ப சந்தோஷமாக இருக்குது. நீங்கள் எல்லோரும் தேட்டரில் வந்து நீங்கள் என்ஜாய் பண்ணணும். அதே அந்த 20 வருஷத்துக்கு முன்னாடி நீங்கள் என்ன ஃபீல் பண்ணீங்களோ அப்போ இருக்கிற இந்த ஜென்ரேஷன் பசங்களும் அதை என்ஜாய் பண்ணுவாங்கன்னு நான் நம்புகிறேன். நன்றி, தேங்க்யூ. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ 20 വർഷം മുൻപ് ഇങ്ങനൊരു സിനിമ ഖാദർക്ക് അറിയാം. അന്ന് ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് രാവിലെ തുടങ്ങി എങ്ങനെയെങ്കിലും വൈകുന്നേരം തീർക്കണം എന്നുള്ളൊരു ഇതിലാണ് എപ്പോഴും തിരുവനന്തപുരത്ത് പോയിട്ട് ഡബ് ചെയ്യാൻ. കാരണം അന്ന് ഞാൻ വളരെ സജീവമായിട്ട് ഇവിടെ ഡബ് ചെയ്യുന്ന സമയമായതുകൊണ്ട് ഇവിടെ തന്നെ ഒരുപാട് ദിവസം മാറി നിൽക്കാൻ പറ്റാറില്ല. കുറേ സീരിയൽസിന്റെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവാറുണ്ട് സീരിയൽസിന്. അപ്പോൾ രാവിലെ പറയും, നമ്മൾ 9 മണിക്ക് തുടങ്ങുന്നു, 6 മണിക്ക് തീർക്കുന്നു. നിങ്ങൾക്കറിയാം, ഈ അല്ലു അർജുന് വേണ്ടി ഒരു ദിവസം കൊണ്ട് ഡബിങ് തീർക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ഓടിച്ച് പിടിച്ച് തീർത്തിട്ടുള്ള സിനിമകളാണ് പലതും. അപ്പൊ അത് സാറ് പറഞ്ഞ പോലെ 20 വർഷത്തിന് ശേഷം വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ ഇന്റർവ്യൂവിലും പറയാറുള്ള പോലെ അല്ലു അർജുനൻ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ടാക്കി കൊടുത്തത്
ഈ രഥക് ആർട്സ് ഖാദർ ഹസൻ എന്ന് പറയുന്ന ആളാണ്. നല്ലപോലെ സ്വപ്നം കണ്ടിട്ടില്ലാത്തൊരു മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ അത് ഇക്ക തന്നെ ഇത് റിലീസ് ചെയ്യുന്നു എന്ന് പറയുന്നത് കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ്. ഹാപ്പി, എന്തായാലും എല്ലാവരും ഹാപ്പി ആക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് വ്യക്തിപരമായിട്ട് വളരെയധികം സന്തോഷമുള്ളൊരു നിമിഷമാണിത്. കാര്യം എൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു ഹാപ്പി എന്ന സിനിമ. അപ്പോൾ ഹാപ്പിയിലൂടെയാണ് ഞാൻ ഹാപ്പി ആയിട്ട് ആരംഭിച്ചത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഈ ഹാപ്പിയിലെ പാട്ടുകൾ അന്നത്തെ തലമുറ ഏറ്റെടുക്കുകയും ഇപ്പോഴും എന്നെ അതിശയിപ്പിക്കുന്നത്, ഇപ്പോഴും റീലുകളായിട്ടും മറ്റും ആ പാട്ടുകൾ ഒരുപാട് വൈറലായിട്ട് കാണാറുണ്ട്. ഒത്തിരി പേര് മെസ്സേജസ് ഒക്കെ അയക്കാറുണ്ട്. വീണ്ടും അല്ലു അർജുൻ്റെ ഒരുപാട്, എനിക്ക് തോന്നുന്നു പുഷ്പ 2 വരെ ഒരുപാട് സിനിമകൾക്ക് പാട്ടെഴുതാൻ വേണ്ടി കഴിഞ്ഞത് ഈ ഹാപ്പി എന്ന സിനിമയിലൂടെയാണ്. അത് വീണ്ടും വരാൻ നേരത്ത് എല്ലാവരും, ആ തലമുറയും ഇപ്പോഴത്തെ തലമുറയും വീണ്ടും അത് ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തിയേറ്ററുകളിലെ ആവേശം വീണ്ടും കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ജൂൺ 12-ാം തീയതി ഈ സിനിമ വലിയൊരു വിജയമായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു അന്യഭാഷയിൽ നിന്നൊരു ചിത്രം മലയാളത്തിലേക്ക് എത്തുക, അത് ഒരു വലിയ ഹിറ്റ് ആവുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവം തന്നെയാണ്. ഇപ്പോഴാണ് റീസെന്റ് ഇതേപോലെ ആളുകൾ കുറച്ചുകൂടെ അക്സെപ്റ്റ് ചെയ്തത്. ആ കാലത്ത് കൂടുതൽ മലയാളത്തിന് തന്നെയായിരുന്നു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. എന്തായിരുന്നു ആ സമയത്ത് ഒരു പ്രചോദനം ഉണ്ടായിരുന്നത്? ഇങ്ങനൊരു സിനിമ മലയാളത്തിലേക്ക് മലയാളത്തിൽ കൊണ്ടുവരണം എന്നൊരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള റീസൺ ഉണ്ടായിരുന്നു? പ്രധാനമായിട്ടും പറയാൻ പറ്റുന്ന 2-3 കാരണങ്ങളാണ്. ഒരു കാരണം വന്നിട്ട് മലയാളത്തിലെ ഈ മാതിരി സിനിമകൾ ഒരു അന്യഭാഷാ ചിത്രമെന്ന് വിശേഷിപ്പിക്കാമെങ്കിലും മലയാളി ടേസ്റ്റിന് അനുകൂലമായ രീതിയിലുള്ള ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അതൊരു പ്രധാന ഘടകമാണ്. ആര്യ ഹാപ്പി ആണെങ്കിലും മലയാളികളുടെ ടേസ്റ്റ് വ്യക്തമായിട്ട് ഒരു ഒരു മിനിമം പെർസെൻറ്റേജ് എനിക്ക് അറിയാമെന്ന് എൻ്റെ ഒരു വിശ്വാസം. അതിലൂടെയാണ് ഞാൻ ഈ ചിത്രങ്ങളെ കണ്ടത്. ആ കാഴ്ചപ്പാടിലൂടെ കാണുമ്പോൾ ഒരു മലയാള ചിത്രം ചെയ്യാൻ ഇത്രയും കോസ്റ്റ്, അല്ലെങ്കിൽ അന്നൊരു ആർട്ടിസ്റ്റ്, ഇതുപോലെ ഒരു ആർട്ടിസ്റ്റ് നമുക്ക് അവൈലബിൾ അല്ല. ഞാൻ പറയുന്നത് 2003, 4, 5 കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ അവൈലബിലിറ്റി അല്ലു അർജുനെ പോലെ ഒരാളെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും അതൊരു പ്രചോദനമായി. ഇങ്ങനെ ചെയ്താൽ എന്തുകൊണ്ട് നമുക്ക് നല്ല പെർഫെക്ഷനുള്ള ഡബ്ബിങ്, നല്ല സോങ്ങുകളുടെ ലിറിക്സ്, നല്ല പശ്ചാത്തല സംഗീതത്തിന് നല്ല രീതിയിൽ DTS ചെയ്ത് ക്വാളിറ്റിയിൽ സിനിമ കൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. അത് നമ്മൾ അന്ന് വരെ ദർശിച്ചിട്ടുള്ള, നമ്മൾ കണ്ടിട്ടുള്ള ഡബ്ബിങ് സിനിമകൾ എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യലായിട്ടുള്ള ഗ്ലാമറസ് സീനുകളോ പാട്ടുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കൊമേഴ്സ്യൽ ഫൈറ്റുകളും മറ്റുമൊക്കെ ചേരുന്ന തരത്തിലുള്ള സിനിമകളായിരുന്നു. അതിൻ്റെ നിന്നും വ്യത്യസ്തമായിട്ട് സിംപിൾസിറ്റിയുള്ള മലയാള സിനിമയ്ക്ക് അനുയോജ്യമായിട്ടുള്ള മലയാള സിനിമകളുടെ സാദൃശ്യമുള്ള ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ വേണ്ടി ഒരു ആഗ്രഹം, ആ പെർഫെക്ഷനോടുകൂടി കൊടുക്കാൻ ശ്രമിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പ്രണയമായി, ആര്യ എന്നുള്ള ചിത്രങ്ങൾ രൂപം കൊണ്ടത്. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും. നിങ്ങൾ എല്ലാ സിനിമകളും കാണുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് നല്ലൊരു മലയാളികൾ ഏറ്റവും എന്താ പറയുക, ഇന്ത്യയിലെ ഏറ്റവും വ്യക്തമായിട്ട് സിനിമ ബോധമുള്ള ആൾക്കാരാണ്. അത് യങ്സ്റ്റേഴ്സ് ആണെങ്കിലും സീനിയേഴ്സ് ആണെങ്കിലും. അപ്പം അത് ഈ കേരളത്തിലാണ് ഏറ്റവും സിനിമ വ്യൂവേഴ്സ് കുറച്ചുള്ള 15% കേരളത്തിലെ സിനിമ വ്യൂവേഴ്സ് ആസ്വാദകരുള്ളത്. കേരളത്തിന് പുറത്തൊക്കെ ആണെങ്കിൽ 25%, 22% ഒക്കെയാണ് ആന്ധ്ര. നമ്മൾ 15% റിപ്പീറ്റ് ഓഡിയൻസ് അടക്കം വരുന്ന പോലും. പക്ഷെ നമ്മൾ എല്ലാത്തരം പടവും കാണുന്നുണ്ട്. ആന്ധ്രയിലാണെങ്കിൽ ആന്ധ്രയിൽ തെലുങ്ക് സിനിമ മാത്രമേ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഹിന്ദി ചെയ്യാം, ഇംഗ്ലീഷ് ചെയ്യാം, മലയാളം, തമിഴ് ചെയ്യാം, ഏത് ഭാഷയും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്പെഷ്യാലിറ്റി. പിന്നെ നമ്മുടെ സിനിമയിലെ എന്താ പറയുന്നത്, സിനിമയിലെ ഓരോ വിഭാഗത്തിനെ പറ്റിയുള്ള തിരിച്ചറിവ് ഓഡിയൻസിനുമുണ്ട്. അതൊക്കെ വിലയിരുത്തുമ്പോൾ അന്നത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത് വന്നിട്ട് മോഹൻലാലിനും മമ്മൂട്ടിക്കും ശേഷം മറ്റൊരു ജനറേഷൻ രൂപം കൊള്ളുന്ന സമയമായിരുന്നു. ആ സമയത്ത് പൃഥ്വിരാജ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റൊരു മുൻനിരയിൽ രാജുവും, ഞാനാണല്ലോ രാജുവിൻ്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്തത്. അപ്പോഴും ജസ്റ്റ് പിക്കപ്പായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് മറ്റൊരാൾ എന്നതിലേക്ക്. അത് തീർച്ചയായിട്ടും അല്ലു അർജുനിലേക്ക് എത്തിച്ചേരുകയാണ്. മറ്റൊരു ഹീറോയ്ക്ക് ഞാൻ പ്രാധാന്യം കൊടുത്തില്ല.
എനിക്ക് വേണമെങ്കിൽ രാംചരനെ കൊണ്ടുവരാമായിരുന്നു, എനിക്ക് വേണമെങ്കിൽ പ്രഭാസിനെ കൊണ്ടുവരാമായിരുന്നു. എല്ലാവരും എനിക്ക് അനുകൂലമായിരുന്നു സാഹചര്യങ്ങൾ. പക്ഷെ ഞാൻ പ്രാധാന്യം കൊടുക്കാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മലയാളികളുടെ ടേസ്റ്റിന് അനുയോജ്യമായിട്ട് അവരാരും ചിലപ്പോൾ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ അവരാരും നമ്മുടെ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലേക്കുള്ള ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. പ്രഭാസ് വന്നത് ബാഹുബലിയിലൂടെ, അതും രാജമൗലി എന്നൊരു ഡയറക്ടറിന്റെ പിൻബലമാണ്. ഞാൻ പറയുന്ന ആരെയും മോശമാക്കുന്നതല്ല. അല്ലു അർജുൻ എന്തുകൊണ്ട് അല്ലു അർജുനെ തെരഞ്ഞെടുത്തു എന്നുള്ളതിന് വ്യക്തമായ കാരണങ്ങളിലൊന്ന് മലയാളിത്വമുള്ള സിനിമകളുടെ ഇതിവൃത്തങ്ങളാണ്. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇപ്പം പല അന്യഭാഷ ചിത്രങ്ങൾ നമ്മൾ കാണും, പല ഡബിംഗ് വെർഷൻസ് നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അല്ലു അർജുനായിട്ട് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന താങ്കളുടെ വോയിസിന്റെ ബലം കണ്ടു, അല്ല ഒരു എന്താ പറയുക അത്രത്തോളം റിലേറ്റബിൾ ആവുന്നതുകൊണ്ടാണ്. അപ്പം അന്നത്തെ കാലം തൊട്ട് ഇന്ന് ലാസ്റ്റ് ഇറങ്ങുന്ന സിനിമ വരെ അല്ലു അർജുന് ശബ്ദമായിട്ട് കൊടുക്കുമ്പോഴേക്കും ഉണ്ടാകുന്ന ഒരു ഐഡന്റിറ്റിയാണ്. അത് അതിനകത്ത് എത്രത്തോളം പ്രൗഡി ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഒരു മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് അന്യഭാഷ എനിക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റി എന്ന ലെവലിൽ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അല്ല, അതിന് ആദ്യം കാതറിക്കോടാണ് ശബ്ദത്തിന് ഒരു ഐഡന്റിറ്റി ഉണ്ടാവുമ്പോൾ പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ ഫോണിൽ സംസാരിക്കുമ്പോഴൊക്കെ ആൾക്കാർ പറയും കണ്ണടച്ച് കേട്ടാൽ അല്ലു അർജുൻ സംസാരിക്കുന്ന പോലെ. അതിപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് ഡബ് ചെയ്യാൻ തുടങ്ങിയത് 20 വർഷമായി, പക്ഷെ 10 വർഷത്തോളമായി ഞാൻ ഈ ഡയലോഗ് കേൾക്കാൻ തുടങ്ങിയത്. അപ്പൊ അതിന്റെ കാരണം കാതറിക്കയാണ്. അപ്പൊ കാതറിക്ക ഇങ്ങനെ വളരെ യാദൃശ്യമായിട്ട് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു അല്ലു അർജുൻ എന്ന് പറയുന്ന ഒരു താരത്തെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്, താരമാക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളുടെ വോയിസ് വേണം. അപ്പൊ എന്റെ വോയിസ് കേൾക്കുന്നത് ഞാനത് മണിക്കുട്ടിന് വേണ്ടി ഡബ് ചെയ്യുന്നത്, കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന സീരിയലിന് വേണ്ടി. ആ വോയിസ് വേണമെന്ന് പറഞ്ഞാണ് അദ്ദേഹം വിളിക്കുന്നത്. ഭയങ്കര രസമായിട്ട് തെറിച്ചിരുന്ന ശബ്ദം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ആര്യ ഡബ് ചെയ്യുന്ന സമയത്ത് ഈ ഹാപ്പി അല്ല, അന്ന് ആര്യ ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നുണ്ട്, നമുക്ക് അതിനൊക്കെ ഇങ്ങനെ ഡബിങ് സിനിമ ഭയങ്കര ഹിറ്റായിട്ട് കൊടുത്ത ഒരു അല്ല, അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഇതൊക്കെ ഇങ്ങനെ ആവും എന്നുള്ളൊരു ഇതിലാണ്, അങ്കലാപ്പിലാണ്. പക്ഷെ അത് ഗംഭീരമായിട്ട് മാർക്കറ്റ് ചെയ്ത് ഇവിടെ കേരളം മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ച് 100 ദിവസം കളിച്ചു. പിന്നെ ഹാപ്പി ആയപ്പോഴത്തേക്ക് ആൾക്കാർ അല്ലുവിന്റെ പടത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. സന്തോഷമുണ്ട് നമ്മുടെ ശബ്ദത്തിന് ഒരു ഐഡന്റിറ്റി ഉണ്ടാവുന്നത്. ഇത്രയും ആ താരം നമ്മുടെ കൺമുമ്പിലൂടെ ഞാൻ ഓർക്കുന്നുണ്ട്. ഹാപ്പിയുടെ ഒക്കെ സമയത്ത് അല്ലുവിന്റെ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ പത്രത്തിൽ വായിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് ചോദിക്കുമ്പോൾ ചോക്ലേറ്റ് എന്നാണ് മറുപടി പറയുന്നത്. ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു യുവാവ് ഇന്ന് പുഷ്പ പോലത്തെ വലിയ ഓൾ ഇന്ത്യ ബോക്സ് ഓഫീസുകൾ തകർക്കുന്ന സിനിമകളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കൺമുമ്പിലൂടെയാണ് വളർച്ച. ഇതിന്റെ ഒരു ചെറിയ ഭാഗമാകാൻ സാധിച്ചത് ഉറപ്പായിട്ടും എന്റെ ശബ്ദത്തിനേക്കാൾ അല്ലെങ്കിൽ ഈ പറയുന്ന കൊണ്ടുവന്ന ഓരോ നിർമ്മാതാക്കൾക്കും അതിന്റെ അംഗീകാരം കൊടുക്കണം. ഒപ്പം ഇന്നിവിടെ ഇല്ലാത്ത അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ കുറിച്ച് പറയാതിരിക്കുമ്പോൾ സതീഷ് മുതുകുളം എന്ന് പറയുന്നത് അദ്ദേഹമാണ് സംഭാഷണങ്ങൾ എഴുതിയത്. അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ കൊണ്ടുവന്നിരുന്ന ഒരു സ്വാഭാവികതയുണ്ട്, ടിപ്പിക്കൽ ഡബിംഗ് പടം അല്ലാത്ത ഒരു സ്വാഭാവികത, ഒരു കൊമേഴ്ഷ്യൽ റൈറ്റിംഗ്. അദ്ദേഹത്തിന്റെ റൈറ്റിംഗിന്റെ കൂടെ കഴിവാണ് അല്ലു അർജുനായത്. എല്ലാ പാട്ടും ഭയങ്കര ഹിറ്റാണ്. അതിനകത്ത് അണ്ടർറേറ്റഡ് ആയിട്ടുള്ള പാട്ടുകളാണ് കൂടുതലുള്ളത്. ഈ പാട്ടുകൾ ശരിക്കും കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ എസെൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതൊട്ടും പോയിട്ടില്ല. അത് ശരിക്കും അന്ന് ഭയങ്കര വെല്ലുവിളിയായിരുന്നില്ല. കാരണം കുറെ അധികം സാങ്കേതിക വിദ്യയുടെ കുറവുള്ള ഒരു കാലഘട്ടത്താണല്ലോ ഇത് തീർച്ചയായിട്ടും റീറൈറ്റ് ചെയ്തൊക്കെ. അപ്പൊ അതെങ്ങനെയായിരുന്നു ശരിക്കും ആ പ്രോസസ് ഇപ്പോ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഓർക്കുമ്പോൾ? ഹാപ്പി എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പൊ അതില് ഞാൻ ആദ്യമായിട്ട് ഒരു ഡബിങ് സിനിമയ്ക്ക് പാട്ട് എഴുതുന്നത് ഈ ഹാപ്പി അടിപൊളി ലുക്കായ ഹാപ്പി ആ ഒരു പാട്ടിലാണ് തുടങ്ങുന്നത്. അതൊക്കെ എന്നെ ആ ഒരു പാട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ചെയ്യാത്തൊരു ജോലിയാണ്. ഞാൻ അതിന് മുമ്പ് ഒരു ചെറിയ മാരത്തോൺസോങ്ങളൊക്കെ എഴുതി പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ എഴുതാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ അത് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഡബിങ് സോങ്ങിൽ നമ്മൾ സാധാരണ മലയാളം സിനിമയിൽ എഴുതുന്ന പോലെയല്ല. അപ്പോൾ ഇതിൽ നമുക്ക് ട്യൂണിനപ്പുറം ഈ കഥാപാത്രം ചുണ്ടനക്കുന്ന അനുസരിച്ചിട്ട് വാക്കുകൾ കണ്ടെത്തിയിരുന്നു. ഏറ്റവും വലിയൊരു വെല്ലുവിളി അത്. അപ്പോൾ ഇതിനൊപ്പം തന്നെ ഈ ആശയം ഉണ്ടാകണം, മലയാളത്തോട് ചേർന്ന് നിൽക്കണം. ഇങ്ങനെ ഒത്തിരി വെല്ലുവിളി. അപ്പോൾ ഞാനത് ഭയങ്കര ടഫായിട്ടുള്ളൊരു ടാസ്ക്കായിട്ട് തുടങ്ങി 2 ദിവസം കൊണ്ടാണ് ആ ഒരു ആദ്യത്തെ പാട്ട് എഴുതിയത്. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ കാണിച്ചത്. അപ്പോൾ ആദ്യം നമുക്ക് ഇഷ്ടപ്പെടണം എന്ത് ചെയ്യുന്നു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു.
അപ്പോൾ എന്നോട് പറഞ്ഞാൽ ബാക്കി 3 പാട്ടുകൾ കൂടി ഇടണം. എങ്ങനെയാണ് ബാക്കി പാട്ടുകളൊക്കെ ഉണ്ടാകുന്നത് ഇതിൽ? അഴകേ എന്നുള്ള പാട്ട്, പിന്നെ ചൽമജസാത്തി, പിന്നെ ചിരിച്ചു കൊഞ്ചുന്ന വണ്ടി, അങ്ങനെ ഈ പാട്ടുകളൊക്കെ അതിനുശേഷം ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അതിലേക്ക് എനിക്ക് ആ ഒരു ട്രാക്കിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചേട്ടന് ഫേവറേറ്റ് ട്രാക്ക് ഉണ്ടോ അതിനകത്ത് എഴുതിയതിൽ വെച്ചിട്ട്? ഇതിലെല്ലാം എനിക്ക് പ്രിയപ്പെട്ട പാട്ടുകളാണ്. പക്ഷേ ഈ അഴകേ എന്നുള്ള പാട്ട് എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടാണ്. ജിസേട്ടാ, ഇപ്പൊ ആര്യക്ക് ശേഷം ഹാപ്പിയിലേക്ക് വരുമ്പോ കുറച്ചുകൂടി ആ ക്യാരക്ടർ ബണ്ണി എന്നുള്ള ക്യാരക്ടറിനെ കുറിച്ച് ഡ്രാമയൊക്കെ ഉള്ളത്. അപ്പൊ DCPയോട് ഒരു കഥ പറയുന്നുണ്ട് അദ്ദേഹം ആദ്യമായിട്ട് ഹൻസിക്കനെ എങ്ങനെയാണ് കണ്ടുപിട്ടിയെന്നുള്ളത്. അതൊരു സിനിമയുടെ റെഫറൻസ് വെച്ചാണ് പുള്ളി ഫുൾ കഥ പറയുന്നത്. അവിടെ തന്നെ ഒരു അഭിനയമുണ്ട്, ഈ മുകേഷ് ഏട്ടനൊക്കെ പണ്ട് ചെയ്തിരുന്ന ഒരു പരിപാടിയുണ്ട്. അതുപോലെ തന്നെ ഇതിന് നേരെ ഒരു പോളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ക്ലൈമാക്സിൽ എന്റെ മധുമതി എന്ന് പറഞ്ഞ ബ്ലഡിൽ കുടിച്ചു നിൽക്കുന്ന ആ എന്റെ മധുമതി എന്നുള്ള വാക്ക് മാത്രമേ ഉള്ളൂ, കണ്ടിന്യൂസ് ആയിട്ട് അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് പാടിക്കഴിഞ്ഞാൽ ഇപ്പൊ കഥാസിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാണ് കറക്റ്റ് സിങ്ക് ആണ് അല്ലു അർജുന്റെ ഇന്റർവെല് വരെ എന്നുള്ളത്. അതൊന്ന് അങ്ങോട്ട് പാടിക്കഴിഞ്ഞാൽ അത് വലിയ ട്രോളായിരുന്നു. പക്ഷെ അത് കറക്റ്റ് മീറ്ററിൽ ചെന്ന് വീഴുണ്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നു ശ്രമകരം ആര്യ വെച്ച് ഹാപ്പിയിലേക്ക് എത്തുമ്പോ കുറച്ചുകൂടി ഡ്രാമ കൂടുതലാണ് വോയിസ് ആക്ടർ. അപ്പൊ എന്തായിരുന്നു ഏറ്റവും ശ്രമകരമായിട്ടുള്ളത്? ഈ ഹാപ്പിയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഇദ്ദേഹത്തിന് ഒരു ഓഡിയൻ ഉണ്ടെന്നുള്ളതും ഈ സിനിമ കുറെ കൂടെ ആൾക്കാർ കാണും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പൊ എപ്പോഴും നമുക്ക് എന്ത് കലാസൃഷ്ടിയാണെങ്കിലും ഒരു ഓഡിയൻസ് അത് കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ വോൾ ഹാർട്ടഡ്ലി ചെയ്യും. ഭയങ്കര സന്തോഷത്തോടെ എത്ര ടേക്ക് പോയാലും പ്രശ്നമില്ല. ആര്യ ചെയ്യുമ്പോൾ അങ്ങനെയല്ല, ഞങ്ങൾ തമ്മിൽ അട്ടിയായിരുന്നു. കാരണം ഇത് പെർഫെക്ഷനിസ്റ്റാ ഭയങ്കര. എത്ര ടേക്ക് പോയാലും പുള്ളിക്ക് ഓക്കെ ആവുമ്പോഴാണ് തീർക്കാൻ വേണമല്ലോ. പക്ഷെ നമ്മള് ഹാപ്പി ഡബിങ് എത്തുന്ന സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് സെറ്റായി. ഓക്കെ എന്ത് പറയുന്നു, അത് അത്രയും ടേക്സ് പോയാലും കുഴപ്പമില്ല എന്നുള്ളതൊക്കെ. അപ്പൊ പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഒരിക്കലും ഇത് ഓർഡറിലല്ല ഡബ് ചെയ്യാറുള്ളത്. ഒരിക്കലും ഓർഡറില്ല. ഇന്റർവെൽ ഇപ്പോഴും അതെ. പുഷ്പയാണെങ്കിൽ ഇപ്പൊ പുഷ്പയൊക്കെ ഫസ്റ്റ് ഹാഫ് ആദ്യം ഒരു സെക്കൻഡ് ഹാഫ് ഒരു മാസം കഴിഞ്ഞിട്ട് വരുന്നത്. അതുകൊണ്ട് അങ്ങനെയല്ല, ഒരുമിച്ച് സിനിമ വന്നിരുന്ന ഈ കാലത്ത് സെക്കൻഡ് ഹാഫ് മുതലാണ് ഞാൻ ഡബ് ചെയ്യാറ്, തിരിച്ച് ഫസ്റ്റ് ഹാഫിലേക്ക് വരും, അങ്ങനെ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഓർഡറിലാണ്. അപ്പൊ ഇത് പല സീനും ഒരു തിയേറ്ററിൽ കാണുമ്പോൾ വർക്കൗട്ടായി എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു ദൈവാനുഗ്രഹം കൊണ്ട് സംഭവിക്കുന്നതല്ല അല്ലെ. ഭയങ്കര അല്ലാതെ ഒരു ഞാൻ പറയട്ടെ, ഇപ്പൊ കൂടിപ്പോയാൽ ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസമാണ് ഈ സമയം എടുക്കുക ഇത്രയും ഡബ് ചെയ്യുന്നത്. അതിനുള്ളിൽ ഒരു ഓട്ടപ്രദക്ഷിണമാണ്. അതിനിടയ്ക്ക് തിരുവനന്തപുരത്ത് ലാൽസാറിന്റെ സ്റ്റുഡിയോയിലാണ് അത് ഡബ് ചെയ്യുന്നത്. അപ്പൊ ഡബിങ് നടക്കുന്നതിനിടയ്ക്ക് ഇതുപോലെ ഡബിങ് കാണിച്ചു കൊടുക്കാൻ എന്റെ സ്കൂൾ പിള്ളേരെ കൊണ്ടുവരും. ഈ ചില്ലിന്റെ അപ്പുറത്തും നോക്കിക്കൊണ്ടിരിക്കും. ഇതിനിടയിലാണ് നമ്മൾ ഡബ് ചെയ്യാൻ, മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ കട്ട കോമഡികൾ അരങ്ങേറിയിട്ടുള്ള പരിപാടികളാണ്. എനിക്ക് ഒരുപാട് പഠിക്കാൻ സാധിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് സിനിമാ സംവിധായകൻ എന്നുള്ള രീതിയിൽ ഒരുപാട് പഠിക്കാൻ സാധിച്ചിട്ടില്ല. സൺഡേ ഹോളിഡേയിലൊക്കെ അതെ അല്ലു അർജുനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര നല്ല ഓർമ്മകൾ എപ്പോഴും എല്ലാ അല്ലു അർജുൻ സിനിമകളെ കുറിച്ച് പറയും. സിജുവിന്റെ കാര്യം പിന്നെ ഇങ്ങോട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഒരു കാര്യം നമ്മൾ സിജുവിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ പുഷ്പ 2 എല്ലാ ഭാഷകളിലും 1-2 വരി മാത്രം, 8 വരി. ആ 8 വരി മലയാളത്തിലാണ് വെച്ചിരുന്നത്. മല്ലിക ബാണന്റെ അമ്പുകൾ എന്ന് പറയുന്നത് അത് എല്ലാ തമിഴിലും തെലുങ്കിലും ഒക്കെ സിജു എഴുതിയതിന്റെ മലയാളം മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ എപ്പോഴും സിജുന്ന് പറയും, സ്ട്രേറ്റ് സിനിമ എഴുതാനായിട്ട് സിജുന് കുറെ കൂടെ പറ്റട്ടെ എന്ന്. അങ്ങനെ കാരണം സിജു പറഞ്ഞ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ എഴുതുന്നത്. 2 എനിക്ക് തോന്നുന്നു പുഷ്പ 1 അവരെ ലിബർട്ടി തന്നത്. ലിപ്പ് നോക്കണ്ടെന്നുള്ളത് ശരിയാണ്, ലിപ്പ് നോക്കണ്ട. മറ്റേതല്ല, ആ എന്ന് പറയുമ്പോൾ ആയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം, മനസ്സിലായോ? അപ്പോഴാണ് നീ എന്താണ് ആ വിമാനം വീഴ്ത്താൻ പോവുകയാണോ, മനസ്സിലായോ? ആകാശം പിടിച്ച് കുലുക്കാൻ പോവുകയാണോടാ ചോദിക്കുന്നത്. അങ്ങനെയാണ്. ഇപ്പൊ അങ്ങനെയില്ല, കുറച്ചുകൂടെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇപ്പൊ അല്ലുവിനെ ഏതൊക്കെയോ സിനിമകളിൽ ഞാൻ തൃശ്ശൂർ ഭാഷയിലൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ സ്വാതന്ത്ര്യമുണ്ട് എന്തും ചെയ്യാനുള്ള. ഇപ്പൊ സോഷ്യൽ മീഡിയ കാലഘട്ടമാണല്ലോ. അപ്പൊ ഇന്നിപ്പോ നമുക്കറിയാം അലോചന വലിയൊരു ശബ്ദമുണ്ട്, ജോയ് ആണെന്നൊക്കെ അറിയാം. പക്ഷെ അന്ന് 2006-2007 കാലഘട്ടം എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോൺസ് പോലും പറഞ്ഞ സ്മാർട്ട് ഫോണിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അന്ന് അനുഭവിച്ചൊരു സ്റ്റാർഡം ഉണ്ടല്ലോ, തന്റേതല്ലാത്ത കാരണത്താൽ അനുഭവിക്കുന്ന ഒരു സ്റ്റാർഡം. അത് എത്രമാത്രം ആസ്വദിച്ചിട്ടുണ്ട് ആ സമയത്ത് 2006-2007 കാലഘട്ടം? ഞാൻ പറയുന്നത് ആരുടെ സ്റ്റാർഡത്തെ കുറിച്ച്, അല്ലുവിന്റെ സ്റ്റാർഡം 2007 എന്റെ വോയിസ് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ 2004 സാർ നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ഒരു 5 വർഷം കഴിഞ്ഞു. 2008 സ്റ്റാർട്ട് ഒരു പോയിന്റ് എത്തിയപ്പോ ഈ സൂര്യ ടിവിയിലും ഏഷ്യനെറ്റിലും കൈരളിയിലും എല്ലാ ശനിയും ഞാനും ഏതെങ്കിലും ചാനലിൽ ഇത് കളിച്ചോണ്ടിരിക്കും. അങ്ങനെ വന്നാണ് ഇത് പെട്ടെന്ന് നമ്മുടെ വോയിസ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്.
പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപൂർവരാഗം എന്ന് പറയുന്ന സിനിമ ഡബ് ചെയ്യാനായിട്ട് വിളിക്കുന്നത്, നായകനെ ഡബ് ചെയ്യാൻ, നിഷാനെ ഡബ് ചെയ്യാൻ. അങ്ങനെ തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിൽ മൊത്തം ഡബ് ചെയ്തിട്ട് ലാസ്റ്റ് സീനെത്തിയപ്പോഴാണ് സിബിസാറ് കയറി വരുന്നത്. അതൊരു അസോസിയേറ്റ് ഡബ് ചെയ്തു. സിബിസാറ് കയറി വരുന്നു, പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്നു. സിബിസാറ് അപ്പൊ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഒരു ഹീറോ സിബിസാറിന്റെ പടത്തിൽ ഹീറോനെ ഡബ് ചെയ്യുന്നു എന്ന് പറയുന്നത്. സിബിസാറ് അപ്പുറത്തേക്ക് വിളിച്ചിട്ട് വളരെ ഭവ്യതയോടുകൂടി ഭയങ്കര വിഷമത്തോടുകൂടി എന്ന് പറഞ്ഞു, ഇത് മറ്റേ അല്ലു അർജുന്റെ ശബ്ദം. അയ്യോ അങ്ങനെയാണെങ്കിൽ നായകന് പറ്റില്ല. അപ്പൊ മറ്റേ നമ്മള് മറ്റേ ദൈവമേ അപ്പൊ നിങ്ങൾ പറഞ്ഞ സ്റ്റാർട്ടപ്പ് എനിക്ക് ഇടുത്തിയായിട്ടാണ് കിട്ടിയത്. ഞാനിപ്പോഴും പറയും ഡബിങ് മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ എന്നൊന്ന് കട്ടപ്പുറത്തേക്ക് ഇതിന് വണ്ടി കഴിഞ്ഞാൽ മാറിയാണ്. ഒറ്റ പടം അങ്ങനെ. പക്ഷെ സന്തോഷമുള്ളൂ ഇപ്പൊ എല്ലാം കൊണ്ട് ആലോചിക്കുമ്പോ സന്തോഷം. ഈ തെലുങ്കിന് ഹിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സ്റ്റാറുകളുണ്ടല്ലോ. ഇപ്പൊ ചിരഞ്ജീവി ആണെങ്കിൽ പ്രഭാസ് മുതൽ എല്ലാ സ്റ്റാറുകളും. പക്ഷെ ഈ അല്ലു അർജുനാണ് ഏറ്റവും കൺസിസ്റ്റന്റ് സ്റ്റാർ. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ കാലത്തും ഒരു ഫാൻ ബേസ് ഉണ്ട്. കേരള ബോക്സ് ഓഫീസിൽ റെഗുലർ മാർക്കറ്റ് ഉണ്ട്. ഇപ്പൊ സാർ ശരിക്കും എങ്ങനെ റിയലൈസ് ചെയ്യും, ഏത് പോയിന്റ് റിയലൈസ് ചെയ്യണം, അതായത് അല്ലു അർജുൻ കേരളത്തിൽ സ്റ്റാർ ആയിട്ടുള്ളത്? ഞാന് അങ്ങനെ ഒരു ഇതായിട്ട് പറയുന്നതല്ല. ഇപ്പൊ നമ്മളൊരു ഞാൻ ഇതിനു മുമ്പ് ആരോടോ ഞാൻ പറഞ്ഞു, അതായത് ഒരു വീടിനൊരു അസ്ഥിവാരം ഇടുന്നു, അല്ലെങ്കിൽ ഒരു 10 നില അല്ലെങ്കിൽ ഒരു 50 നില വീട് പണിയുന്നു, വീടല്ല ഒരു ബിൽഡിംഗ് പണിയുന്നു. അപ്പൊ അതിനൊരു അസ്ഥിവാരം ഉണ്ടാവും. അസ്ഥിവാരം ഇടുമ്പോൾ ഒരു 50 നില അല്ലെങ്കിൽ 101 നിലയുടെ അസ്ഥിവാരമാണ് ഇടുന്നത്. അപ്പൊ അതൊരു ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു സ്ട്രോങ് പില്ലർ ഇടും. നമ്മൾ കുറച്ച് അതിനുശേഷമാണ് മതിൽ കെട്ടുകയും വേർതിരിച്ചെടുക്കുകയും അതിന്റെ ഉയരം കൂട്ടുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ പില്ലർ സ്ട്രെങ്ത് ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അതിനൊരു ഒരു വ്യക്തമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. ഇപ്പൊ അല്ലു അർജുനെ സംബന്ധിച്ചിടത്തോളം അല്ലു അർജുൻ കേരളത്തില് ഇപ്പൊ തെലുങ്കിൽ ഹിറ്റാവുന്നതിന് മുൻപ് ഇവിടെ നല്ലൊരു ബാക്ക് ബോൺ കിട്ടി. ഇപ്പൊ നമ്മുടെ തന്നെ നട്ടെല്ലാണല്ലോ നമ്മുടെ എല്ലാം ബാക്ക് ബോൺ എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് ബാക്ക് ബോൺ നിവർന്ന് നിൽക്കാനും കൊഴിഞ്ഞ് തരാനും ഒക്കെ നമുക്ക് പറ്റുന്ന എന്താണ് ബാക്ക് ബോൺ ഉള്ളത്. അതുപോലെ ഒരു ബാക്ക് ബോൺ അല്ലു അർജുൻ കിട്ടി. മറ്റുള്ള നടന്മാർക്ക് അത് കിട്ടിയില്ല. അതുകൊണ്ടാണ് പ്രഭാസിനാണെങ്കിലും രാംചരനാണെങ്കിലും കേരളത്തിൽ ഒരു സ്ഥായിയായ ഇപ്പൊ പ്രഭാസൻ രാംചരന്റെ പടം വന്നു നല്ല രീതിയിൽ അതിനെ വേണ്ട തരത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ അതിന് ഒരു ഇപ്പം ആരാണ് ഇപ്പൊ ഞാൻ ജിസ്മോൻ പരിചയപ്പെടുത്തുന്നതിന് ഒരു ബൂം ചെയ്ത് അദ്ദേഹം ഇന്ന ആളാണ്. അപ്പൊ സാറിനെ പരിചയപ്പെടുത്തുന്നതിന് ഞാനൊരു വ്യക്തമായിട്ട് ഇന്ന ആളാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു റെസ്പെക്ട് തോന്നും അദ്ദേഹത്തോട്. ആ റെസ്പെക്ട് കൊടുക്കാൻ പരിചയപ്പെടുത്താൻ ഒരു വ്യക്തത ഇല്ലാത്ത ഒരു രൂപത്തിലായിപ്പോയി അത് വന്നതിന്റെ പേരിലാണ്. അത് വരും. ഭാവിയിൽ ആരെങ്കിലും ഒക്കെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തേണ്ട അവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വരും. അല്ലു അർജുന് ഗോഡ് ഗ്രേസ് അതൊരു നിമിത്തമായി ഞാൻ എന്ന് മാത്രമേ ആവശ്യപ്പെടാറുള്ളൂ. അല്ലു അർജുന് നമുക്കൊരു അസ്ഥിവാരം കൊടുക്കാൻ പറ്റിയ, അതുകൊണ്ട് പെട്ടെന്ന് ആരും തള്ളിക്കളയാൻ പറ്റാത്ത മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലു അർജുൻ കേരളത്തിലുണ്ട്. അതാണ് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അല്ലുവിന്റെ കുറെ പേര് തെലുങ്കിൽ നിന്ന് കൊണ്ട് വന്നു, പക്ഷെ അല്ലു അർജുൻ പോലെ ആരും ആയില്ല. എനിക്ക് തോന്നുന്നതിന്റെ ഒരു കാരണം അദ്ദേഹം നമുക്കറിയാം ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് ആണ്. തമാശ ഒരു ഡബിംഗ് പടത്തിലെ തമാശ പറഞ്ഞ ആൾക്കാരെ ചിരിപ്പിക്കുക, പ്രത്യേകിച്ച് മലയാളികളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഇദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിലും ആ വഴക്കമുണ്ട്. രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു ഞാൻ അല്ലുവിനെ ഇപ്പൊ ഈ ആര്യ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാലോ ഇത് ഇങ്ങനെ ഹിറ്റാൻ പോകുന്ന സിനിമയാണെന്നൊന്നും അറിയില്ല, വലിയ പ്രതീക്ഷയില്ലാതെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ബ്രേക്ക് ടൈമിൽ എനിക്കൊരു ടീ ബ്രേക്കിനോ മറ്റോ പാട്ട് സീൻ പറഞ്ഞാൽ കാണിക്കാന്നുണ്ട് പാട്ട് കാണിച്ചു തന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോകും. കാരണം ഭയങ്കരമായിട്ടുള്ള ഡാൻസ് ആണല്ലോ ഇദ്ദേഹത്തിന്റെ, ഒരു രക്ഷയില്ലത്. പിന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അല്ലുവിന്റെ എല്ലാ സിനിമകളിലും അല്ലുവിന്റേതായ സ്റ്റെപ്പുകൾ വരാൻ തുടങ്ങി. പുതുമയുള്ള ഒരു സിനിമാ നടനാണോ ഈ ഡാൻസ് ഇങ്ങനെ കളിക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ആ ഡാൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു ആദ്യം യുവാക്കളെ ഇത്രയേറെ അല്ലുവിലേക്ക് ആകർഷിക്കുന്നത്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ തമാശ, പിന്നെ ഈ പറഞ്ഞൊരു എന്റർടൈൻമെന്റ് പാക്കേജ് ആണ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. മാത്രമല്ല ഈ അല്ലുവിന്റെ ഓരോ സിനിമയും ഈ ആര്യ ഹിറ്റായപ്പോൾ മുതൽ എല്ലാ സിനിമയ്ക്കും ഇവിടെ വരും അല്ലെ, കൊച്ചിയിൽ വരും, കൊച്ചിയിൽ വന്നുകൊണ്ട് പ്രസ് മീറ്റ് നടത്തും. അതിനു വേണ്ടി പുള്ളി സ്പെൻഡ് ചെയ്യുന്ന പൈസ ആയിക്കോട്ടെ സമയമായിക്കോട്ടെ മലയാള സിനിമ മലയാള പ്രേക്ഷകർ തന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന പുള്ളി ഭയങ്കരമായി. ഇപ്പൊ പുള്ളി ഈ നാഷണൽ അവാർഡ് കിട്ടി, അതിനേക്കാളും വലിയ അവാർഡ് അല്ലൂർ അടുത്തറിയാവുന്നുണ്ട്, ഇക്കൊക്കെ അടുത്തറിയാവുന്നുണ്ട്, ഇക്കൊക്കെ ഇവിടുന്ന് മനസ്സിലാവും.
അലുവിന് നാഷണൽ അവാർഡ് കിട്ടിയതിനേക്കാളും വലിയ സന്തോഷമായിരിക്കും. ഈ കേരളം എന്ന് പറയുന്ന നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും നമ്മുടെ ഇൻഡസ്ട്രി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ മലയാള സിനിമ. ആ മലയാള സിനിമ തന്നെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ ഒരാളാണ് ഞാനെന്ന് അദ്ദേഹം പറയുന്നത് പല ഇന്റർവ്യൂസിന്റെ കണ്ട് ഞങ്ങളോട് പേഴ്സണലി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് പുള്ളി പ്ലാൻഡ് ആയിരുന്നു, കറക്റ്റ് പ്ലാൻഡ് ആയിരുന്നു. നമ്മൾ പറയില്ല, ഇപ്പൊ ഞാൻ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന ഒരാളാണ്, എന്തൊരു പ്രോഡക്റ്റും നമുക്ക് കേരളത്തിൽ എവിടെയും മാർക്കറ്റ് ചെയ്യാം. പക്ഷെ കറക്റ്റ് പഠനം കറക്റ്റ് ആയിരിക്കണം, കറക്റ്റ് വിടല് കറക്റ്റ് ആയിരിക്കണം, കറക്റ്റ് സീസൺ ആയിരിക്കണം, പോകുന്ന റൂട്ട് കറക്റ്റ് ആയിരിക്കണം. അതെല്ലാം കറക്റ്റ് കൈകളിൽ വന്നു, കറക്റ്റ് ആയിട്ട് ചെയ്തു. അത് വലിയ റിസ്ക്കുമാണ്. കാരണം നമുക്കറിയാം ഈ പോസ്റ്റർ കേരളം മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചു എന്ന് പറയുമ്പോൾ വെറുതെ ഒട്ടിക്കുന്നതല്ല. 6 ഷീറ്റ് പോസ്റ്റർ ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. കട്ടൗട്ട്സ് വെച്ചു, 6 ഷീറ്റ് പോസ്റ്റർ വന്നു, എല്ലാ തിയേറ്ററുകളിലും പ്രൊമോ ടീസർ. അങ്ങനെ ഒരു മലയാള സിനിമയെ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് അതുപോലെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടുള്ള സ്നേഹം ഇപ്പോഴും അലുവിന് ആ സ്നേഹമുണ്ട്. പുതിയ കാലത്തിന് വേണ്ടിയിട്ടുള്ള സൗണ്ട് കൂടി ചെയ്യേണ്ടതുണ്ടല്ലോ, സൗണ്ട് സിസ്റ്റം വൈസ്. സാറിനോട് ചോദിക്കുക ആരെങ്കിലും ഒക്കെ. അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ படத்தோட ரீ-ரிலீஸ் பொறுத்த வரைக்கும் அதோட சவுண்ட் ரொம்ப இம்பார்ட்டன்ட் சார். இப்போ இந்த படத்தை பொறுத்த வரைக்கும் நாம எதுக்கு தியேட்டருக்கு போனோம்னா அந்த பாட்டு கேட்டு டான்ஸ் பண்ணணும். அப்போ அந்த சவுண்டுக்காக எவ்வளவு ஸ்பெண்ட் பண்ணிருக்கீங்க, அந்த சவுண்ட் குவாலிட்டி எப்படி இருக்கு? அதான் டெக்னிக்கலா ഈ ഒരു സൗണ്ട് എന്ന് പറയുന്നത് ഞാൻ സിനിമ തുടങ്ങുമ്പോൾ ഉള്ളത് ഈ സൗണ്ട് ട്രാക്ക് ഓരോ ട്രാക്കും ഓരോ CD-യിൽ, അതായത് ഒരു എക്സാമ്പിൾ എഫക്സ് ട്രാക്ക് എന്ന് പറയുന്ന ഒരു ട്രാക്കിന് ഒരു 25-30 CD ഉണ്ടാവും. ഈ CD കോർത്തിണക്കിയിട്ടാണ്, അതായത് ഒരു റീലിന് തന്നെ 4 CD ഉണ്ടാവും എഫക്സ് മാത്രം. അത് കഴിഞ്ഞാൽ അറിയാലോ അടുത്തത് ആ ഒരു ഓരോന്നിനും ഓരോ വോയിസ് ട്രാക്ക് ആണെങ്കിൽ അതുപോലെ, അല്ലെങ്കിൽ മറ്റേ കോറസ് ആണെങ്കിൽ അതുപോലെ, കോറസ് ക്രൗഡ് വോയിസിന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഓരോന്നിനും. ഞാൻ 2003 കാര്യങ്ങളാണ് പറയുന്നത്, 3-4 ഉള്ള കാര്യം. ആ കാലഘട്ടത്തിലുള്ളതെല്ലാം ഇപ്പോഴും 2015 ശേഷമാണ് എല്ലാം മൈനസ് ട്രാക്ക് എന്ന് പറഞ്ഞൊരു ഇത് വന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സൗണ്ട് ട്രാക്ക് എന്ന് പറയുന്നത് നമ്മൾ സിനിമയുടെ സൗണ്ട് നെഗറ്റീവ് വെച്ച് മാച്ച് ചെയ്യുന്നതാണ്. അപ്പൊ അത് DTSന്റെ സെന്റർ, അന്ന് DTS ഉണ്ട്, DTSന്റെ ഇതിലേക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാ CD ആണെങ്കിലും M8 ആണെങ്കിലും M8നെ കൺവേർട്ട് ചെയ്ത് നമ്മൾ ഇതാക്കി എടുക്കുകയാണ്. ഇതെല്ലാം ചെയ്തെടുത്ത് എന്നിട്ട് ഇത് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കാൻ തുണിയുമ്പോഴാണ് മലയാള സിനിമയ്ക്കൊരു ഡബിങ് സിനിമയിൽ പെർഫെക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. മറ്റു പണ്ട് അങ്ങനെയല്ലായിരുന്നു, നെഗറ്റീവ് ട്രാക്ക് മാത്രം മതി. DTSന്റെ കാര്യം അറിയില്ല, നെഗറ്റീവ് സൗണ്ട് ട്രാക്ക് മാച്ച് ചെയ്ത് അത് ഡബ് ചെയ്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ ചെയ്തിട്ട് അത് മാച്ച് ചെയ്ത് എഡിറ്റർ മാച്ച് ചെയ്ത് കൊടുത്താൽ ഇത്. പിന്നെ അതിന് പെർഫെക്ഷൻ നോക്കണ്ട, സോങ്സ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നാടകീയതയുള്ള ഡബിങ് സ്റ്റൈലായിരിക്കാം. അങ്ങനെ ഇത് പെർഫെക്ഷനുള്ള ഡബിങ് വേണം, പെർഫെക്ഷനുള്ള സോങ്സ് വേണം, മറ്റു പലതരത്തിലുള്ള മലയാളി ചേരുവകൾ ഉണ്ടായിരിക്കണം. ഇതെല്ലാം കൂട്ടിയിണക്കിയിട്ട് ഒരു ഡബിങ് സിനിമ കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന അത് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. ഇന്നുള്ള തലമുറയ്ക്ക് ചിലപ്പോൾ നിസ്സാരമായിട്ട് കാണും. പക്ഷെ അന്നത്തെ എൻ്റെ കാലഘട്ടത്തിൽ 2010 വരെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 2010 വരെ എടുത്തിട്ടുള്ള എഫേർട്സ് അത് മറ്റൊരാൾ ചെയ്താൽ പറ്റത്തുമില്ല. മറ്റൊരു വ്യക്തി ഇതിൻ്റെ പിറകെ നിന്നാൽ അവർക്ക് അറിയത്തുമില്ല ഇതിലേത് ട്രാക്കാണ് എന്താണ്. ഓരോ CD-യും ഓരോ ട്രാക്കിലുണ്ടാവും. ഇപ്പോൾ ഹാപ്പി റിലീസ് ചെയ്യുമ്പോൾ തന്നെ ഞാനൊരു കഥ പറയാം. ഹാപ്പിയുടെ ട്രാക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ആര്യ റിലീസ് ചെയ്യുമ്പോൾ ആര്യയുടെ ട്രാക്ക് കിട്ടി, അതായത് ഡബ് ട്രാക്ക് മറ്റുള്ള അതിൻ്റെ മറ്റുള്ള ട്രാക്ക് എഫക്സ് ട്രാക്കൊക്കെ കിട്ടി. IT ട്രാക്ക് ഇത് മ്യൂസിക് ട്രാക്ക് തന്നില്ല. 1 വർഷത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. ഇന്നത്തെ DSP എന്ന് വിളിക്കുന്ന ദേവി ശ്രീപ്രസാദിനോട്. അവസാനം പുള്ളിയുടെ ബ്രദറുണ്ട് സാഗർ എന്ന് പറഞ്ഞിട്ട്, അയാൾ വഴി ഞാനത് കൺവീൻസ് ചെയ്തെടുത്തു. പിന്നെ ദിൽരാജു ഇടപെട്ടു. ഒത്തിരി പാടുപെട്ടിട്ടാണ് ആ ട്രാക്ക് ഒപ്പിച്ചെടുത്തത്. ഞാൻ ഈ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒരു സിനിമ തിയേറ്ററിക്കലി നമ്മളൊരു ഡബിങ് സിനിമയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുന്നവരും ഉണ്ടാവാം മേ ബി. പക്ഷെ ആ സിനിമയിൽ ഞാൻ എടുത്തിട്ടുള്ള എഫേർട്സുകൾ വിവരിക്കുന്നതല്ല. ഒരു സിനിമയുടെ പെർഫെക്ഷന് വേണ്ടി ഞാൻ അത് വളരെയധികം എഫേർട്സ് എടുത്തിട്ടുണ്ട്. അതിലുള്ള ഒരു വിജയമാണ് ഹാപ്പി ആയാലും ആര്യ ആയാലും മറ്റു സിനിമകളായിരുന്നാലും എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ
87 മുതൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന ഒരാളാണ്, ചെന്നൈ കടന്നവരാണ്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ്, സിനിമയോടുള്ള ഭ്രാന്തമായ പാഷനും ഉള്ളതിന്റെ പേരിൽ എൻ്റെ എല്ലാ സിനിമകളും, നിങ്ങൾ ഡബിങ് സിനിമകളായിട്ട് എഴുതി തള്ളുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല, ഹാപ്പി ആണെങ്കിലും ആര്യാണെങ്കിലും കൃഷ്ണ ആണെങ്കിലും ഇതൊക്കെ അല്ലൂർ പടം. അല്ലാതെ നിങ്ങൾ വിലയിരുത്തും ഹാപ്പി ഡേയ്സ്, ഇത് ഞങ്ങളുടെ ലോകം, 100% ലവ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള, ഇതൊന്നും കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിലുള്ള സിനിമകളല്ല. അതെല്ലാം ഈ ഡബിങ് നിങ്ങൾ ചോദിച്ച പോലെ സൗണ്ട് ട്രാക്കുകളൊന്നും 2015 ശേഷം വ്യക്തമായിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പുണ്ടായിരുന്ന നല്ല സിനിമകൾ, പ്രണയമായി ആണെങ്കിൽ പ്രണയമായിന് ബിഗ് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല്ലെന്ന് അറിയില്ല. അപ്പോൾ അത് തിരുവനന്തപുരം ചിത്രാഞ്ജലി ചെയ്തപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇതിന് സൗണ്ട് ട്രാക്ക് ചെയ്ത് അത് വ്യക്തതയില്ല, ക്ലാരിറ്റി ഇല്ല, അവസാനം എടുത്തുകൊണ്ട് ഓടി ഇവിടുന്ന് ചെന്നൈക്ക്. അത് അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഒന്നേ ഉള്ളൂ, ആ സിനിമകളിലെല്ലാം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ എഫോർട്സ് എടുത്തിട്ടുണ്ട്. അതാണ് സത്യാവസ്ഥ. അതൊക്കെ ഈ ഇപ്പം മലയാള സിനിമയിലേക്ക് ഒരു കൊച്ചു പയ്യനെ കൈപിടിച്ച് കയറ്റി രണ്ടുപേരും വളർന്നു. അല്ലു അർജുൻ കുറച്ച് കൂടുതൽ വളർന്നു, സൂപ്പർ സ്റ്റാർ ആയി. ഇവിടെ ഇരിക്കുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ ആദ്യം വന്ന അല്ലു അർജുൻ, സൂപ്പർ സ്റ്റാർ അല്ലു അർജുൻ തമ്മിൽ എന്ത് വ്യത്യാസമാണ് കാതർക്ക് പറയാം? കാതർക്കനോട് എങ്ങനെയാണ് അവരുടെ പെരുമാറ്റം ഈ ഇപ്പത്തത്? അത് ഇപ്പം അല്ലു അർജുനോട് ആണെങ്കിലും ഇപ്പം പൃഥ്വിരാജ് ആണെങ്കിലും രണ്ടുപേരുടെയും തുടക്കം എന്നിലൂടെയാണല്ലോ. അവരുടെ രണ്ടുപേരും ഇങ്ങനെ വിജയിച്ചതിലൂടെ എനിക്ക് പറയാൻ പറ്റും. രണ്ടുപേരും അവരുടെ സ്ഥാനത്തിലേക്ക് ഉയർന്നു. അത് നാച്ചുറലി ഓരോ ഘട്ടത്തിൽ വരുന്ന ഓരോ വളർച്ച. നമുക്ക് 50 വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസവും നമ്മൾ 25 വയസ്സുള്ള വ്യത്യാസം തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവുമല്ലോ. പ്രായത്തിന്റെ വ്യത്യാസവും പക്വതയുടെ പെരുമാറ്റ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഉണ്ടാവും. പക്ഷെ കാണുമ്പോൾ ഞാൻ കാണുമ്പോൾ അല്ലു അർജുൻ ഭയങ്കര സിൻസിയറാണ്, ഇൻവോൾവ് ആയിട്ടാണ് സംസാരിക്കുകയും പെരുമാറ്റം ചെയ്യുന്നത്. പിന്നെ എനിക്കറിയില്ല, ഞാൻ അത് അവരെ ഞാൻ നേരിട്ട് വിളിച്ചില്ല, പക്ഷെ ഞാൻ വിളിച്ച് ഇൻഫർമേഷൻ കൊടുത്തു. പക്ഷെ അവർക്ക് ഒരു പഴയ സിനിമ, ഇപ്പോഴത്തെ ഒരു അല്ലു അർജുന്റെ ഇമേജിനനുസരിച്ചിട്ടുള്ള ഒരു സിനിമ അല്ല, ഒരു വേറൊരു ഇതാണ്. ഇതൊരു നൊസ്റ്റാൾജിയ ഫീൽ ആകുന്ന ഒരു നമ്മുടെ കേരള ഫിലിമാണ്. അപ്പൊ അത് കമ്പയർ ചെയ്യില്ല. പുതിയ അല്ലു അർജുന്റെ ഭാവം എന്ന് പറയുന്നത് ഒരു പുഷ്പ ലുക്കുള്ളതാണ്. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യാം അല്ലേ? അതെ, കമ്മിങ് അവര് താല്പര്യം കാണുമല്ലോ. ഞാൻ ചോദിച്ചിട്ടില്ല. ബട്ട് ഒരു കാര്യം ഉറപ്പാ, എനിക്ക് അത് ഇപ്പൊ ഈ സിനിമയിലൂടെ വരുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മലയാളികളുടെ ടേസ്റ്റാണ് ഈ സിനിമ. അവര് അദ്ദേഹം നല്ല ബന്ധമായിരിക്കും ഉറപ്പായിട്ട്. നമുക്ക് അങ്ങനെയുള്ള ഒരു ഇതില്ല. രണ്ടുപേർക്കും നല്ല തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഓൾറെഡി ഇറക്കിയ സിനിമ റിവ്യൂ ചെയ്യാൻ കേരളത്തിൽ വലിയ ആഘോഷമാണ്. മോഹൻലാൽ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ വലിയ ആഘോഷമാകുന്നതും വലിയ കളക്ഷൻ റെക്കോർഡും ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മലയാളികൾക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തൊരു പടം തിയേറ്ററിൽ തരികയെന്നൊരു ഒരു ഫീലാണത്. പക്ഷെ ആക്ച്വലി അത് കളക്ഷനിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു പ്രോസസ് അല്ലേ? പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു 2-3 ദിവസത്തെ ഒരു ഓളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ അവരുടെ പേടിയുണ്ടോ? തീർച്ചയായിട്ടും അത് പേടിക്കാതിരിക്കാൻ പറ്റുന്ന ഒരു അത്ഭുത കഴിവൊന്നും എനിക്കില്ല. ഞാൻ ഒരു കാര്യം പറയുന്നു, ഈ സിനിമയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ഒരു അല്ലു അർജുന്റെ ആദ്യത്തെ സിനിമകളിൽ ഒന്നാണല്ലോ ഇത്. ഈ സിനിമ തിയേറ്ററിൽ വന്നാൽ യൂത്തിന് എങ്ങനെ, ഐ മീൻ ന്യൂജന് എങ്ങനെ ഈ സിനിമ ഇഷ്ടപ്പെടും, എന്ത് ഘടകങ്ങളാണ് അവരെ സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിലയിരുത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തൽ ശരിയാണെങ്കിൽ ന്യൂജന് ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഞാൻ ഈ സിനിമ സൗണ്ട് എഫക്റ്റിലും വിഷ്വൽ ഇമ്പാക്റ്റിലും കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്രമാത്രം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. വേറെ ഒരു മാജിക്കും ചെയ്തിട്ടില്ല. പിന്നെ തിയേറ്ററിൽ കാണുന്ന സുഖം ഒരു കാരണവശാലും വീട്ടിൽ കിട്ടത്തില്ല, മൊബൈലിൽ കിട്ടത്തില്ല. അതൊക്കെ ഒരു ജസ്റ്റ് സാറ്റിസ്ഫാക്ഷനാണ്. ബട്ട് തിയേറ്റർ വിഷ്വൽ ഇമ്പാക്റ്റ്, സെല്ലുലോയിഡ് ഇമ്പാക്റ്റ്, അത് ഈ സിനിമ അർഹതപ്പെട്ടതാണ്. അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. അത് കണ്ടിന്യൂ ആയിട്ട്, കാരണം ഈ സിനിമ 40 പേരും 50 പേരും ഒന്നിച്ചൊരു കുടുംബത്തോടെ വന്നിരുന്ന് കണ്ട ചരിത്രം ഞാൻ കൂടെ പോയിരുന്നു കണ്ടിട്ടുണ്ട്. കാലിക്കറ്റ് കൈരളിയിൽ 50 പേരോളം ഒരൊറ്റ കുടുംബം ഒന്നിച്ച്
വലിയൊരു വണ്ടി 2-3 വണ്ടികളിലൊക്കെ വന്നിട്ട് ഒന്നിച്ചിരുന്ന് കണ്ട് അവർ എൻജോയ് ചെയ്ത് പോയിട്ടുണ്ട്. ആ സെലിബ്രേഷൻ പിന്നെയും ചിലപ്പോൾ ആവർത്തിക്കപ്പെട്ടേക്കാം. കാരണം ഇതിൽ കൊമഡി ഉണ്ട്, നല്ല മറ്റുള്ള സെന്റിമെന്റ്സ് ഉണ്ട്, നല്ല ലവ് ഉണ്ട്, നല്ല സോങ്സ് ഉണ്ട്, മറ്റുള്ള ഘടകങ്ങളെല്ലാം ചേരുന്നുണ്ട്. അപ്പോൾ ഒരു പാക്കേജ്, ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ ഒരു പാക്കേജ് സിനിമയാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് അനുയോജ്യമായ ഘടകങ്ങൾ ഇതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സ്പെഷ്യൽ ഇമ്പാക്റ്റ് ആണ്. വരും, ഉറപ്പായിട്ട് വരും, വരുമെന്നുള്ള ഉറപ്പാണ്. തുടക്കകാലം മുതൽ ഇങ്ങനെ ഡബ് ചെയ്യുന്നു വരുന്നു എന്ന് പറയുന്നു. പക്ഷെ തുടക്കകാലത്തിനെക്കാട്ടി കൂടുതൽ തിരക്കുകളിലേക്ക് ജിസേട്ടൻ വരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് ആയിട്ട് ആസിഫിന്റെ കൂടെ പടം ചെയ്യാൻ പോകുന്നു. അപ്പൊ ഭയങ്കര തിരക്ക് വരുന്നു. ഈ സമയത്ത് അല്ലു അർജുന്റെ ഒരു പടം ഡബിങ്ങിന് വരുമ്പോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നാളെ ഞങ്ങൾ വേറൊരു അല്ലു അർജുന്റെ സൗണ്ട് കേൾക്കേണ്ടി വരുന്നു. അത് ദൈവത്തിന്റെ ഇരിക്കുന്ന കാര്യമാണ്, നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ അല്ലേ, അങ്ങനെയല്ല, നാളത്തെ കാര്യമാണ് നമുക്കറിയില്ല. പക്ഷെ നമ്മള് ഇവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് ഇന്നത്തെ കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പണ്ടൊക്കെ 1.5 ദിവസം കൊണ്ടാണ് ഡബിങ് തീർത്തിരുന്നത്. ഇപ്പൊ നമ്മള് ഞാൻ കൂടി പോയ ഒരു 2 സീനോ 3 സീനോ ഒരു ദിവസം ഡബ് ചെയ്യുന്നുള്ളൂ. 10 ദിവസം കൊണ്ടൊക്കെയാണ് പുഷ്പ തീർന്നത്. അങ്ങനെ സ്ട്രെയിൻ ചെയ്ത് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ പണ്ട് അങ്ങനെയല്ല, ഞങ്ങൾ ഹൈദരാബാദ് പോയിട്ടാണ് ഡബ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇവിടുന്ന് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് ഡബിങ് ആർട്ടിസ്റ്റുകളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു, അവിടെ ഹോട്ടലിൽ താമസിപ്പിക്കുന്നു, പലരും അങ്ങനത്തെ ഒരു കാലം ഭയങ്കര രസമുള്ള കാലഘട്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നല്ല നമ്മൾ കൊച്ചിയിലേക്ക് വന്നു. പ്രത്യേകിച്ച് ഇപ്പൊ കഴിഞ്ഞ പടങ്ങളൊക്കെ എന്റെ വീടിന് നടന്നു പോകുന്ന ഡിസ്റ്റൻസിലുള്ള, അപ്പം കുഞ്ഞു കുഞ്ഞു സീനുകളായിട്ടാണ് സ്ട്രെയിൻ എടുത്ത് ചെയ്യുന്നില്ല, മാറിയില്ല ഒരുപാട്. അതുകൊണ്ട് ചെയ്യാൻ എത്ര കാലം പറ്റുന്നോ അത്രയും കാലം അത് സന്തോഷമേ ഉള്ളൂ ഡബ് ചെയ്യുന്നത്. ബോണ്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ബോണ്ട്? അവര് വല്ല ബോണ്ട് വെച്ച് കുറച്ച് കാശ് ഇങ്ങോട്ട് വന്നാൽ സന്തോഷമുള്ള കാര്യമാണ്. അല്ല, ശരിക്കും ഐഡന്റിറ്റി ആയല്ലോ. അപ്പൊ എനിക്ക് ഈ പരസ്യക്കാർ വിളിച്ചിട്ടുണ്ടോ ഇങ്ങനെ സൗണ്ട് വേണം എന്നൊക്കെ പറഞ്ഞാൽ? അഭിനയിച്ച കുറെ പരസ്യങ്ങളിൽ ഞാൻ ഡബ് ഫ്രൂട്ടി, അത് അങ്ങനെ കുറെ പരസ്യങ്ങൾ അതൊക്കെ ഇങ്ങനെ ഇതിന്റെ ബൈ പ്രൊഡക്ട്സ് ആണ്. Sir, behind Happy there is lot of secret in the costumes. Number t-shirt, scarf, pant, Karishma bike. So how you design that costume and Allu Arjun character for the movie? மேக்ஸிமம் லவ் ஸ்டோரியில் லாஜிக் நான் ரொம்ப பார்க்கக்கூடாது, கலர்ஃபுல்லாக இருக்கணும் அப்படிங்கிறது. யங்ஸ்டர்ஸ் வந்து எப்போவுமே ஃபேமிலி அப்படி இப்படி இருந்தால் கூட நம்ம ஜீன்ஸ் போட்டுப்போம், ஷர்ட் போட்டுப்போம், நம்ம ட்ரீம் தானே அது. ஸோ அதில் நீங்கள் லாஜிக் ரொம்ப பார்க்க வேண்டாம். பட் என்ன நீங்கள் கேள்வி கேட்குறீங்கன்னு தெரியல, எப்படி லாஜிக் கேட்குறீங்களா? காஸ்டியூம் எல்லாம் அல்லு அர்ஜுனோட ஹோம்ஒர்க் தான். அவரோட ஸ்பெஷல் காஸ்டியூமில் ரொம்ப கேர் எடுப்பார் அவர். ஸ்டோரி எடுத்தோன்னா அவர் வந்து பேங்காக் போய் அவர் தான் எடுத்துட்டு வந்தார் காஸ்டியூம்ஸ். பட் ஐடியாஸ் கேட்பாரு, என்ன மாதிரி வேணும்னு கேட்பாரு. அப்போ அந்த நாங்கள் சின்ன ஐடியாலாம் தான் சொல்லுவோம். ஸோ அவர் கலர் சென்ஸ்லாம் அவர் தான் பண்ணுவோம். பைக் எல்லாமே டிசைன் தான். பேக்ல அந்த மாதிரி அது கூட அந்த பாக்ஸ் கூட சின்னதாக அந்த பைக் ஏற்ற மாதிரி டிசைன் பண்ணுவோம். சார், நீங்க இந்த 90s மலையாள படத்தோட பெரிய ஃபேன் கேள்விப்பட்டிருக்கேன். இப்போ அந்த படங்கள் பிரியதர்ஷன் சார் படங்கள், ஃபாசில் சார் படங்கள்லாம் பார்த்தா அந்த ஒரு தாக்கம் இருக்கு. அது ஒரு சீன் கன்ஸ்ட்ரக்ஷனுக்கு எல்லாம் எவ்வளவு ஹெல்ப் ஆகும்? ரொம்ப 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 வருஷம் 16 படம், கிழுக்கம், சித்திரம், இதெல்லாம் வந்து எத்தனை தடவை பார்த்துருக்கேன்னு எனக்கே தெரியாது. ரொம்ப லவ் எனக்கு மலையாள ஃபிலிம்ஸ் எல்லாம் ரொம்ப லவ். சஃபயர் தேட்டரில் அவர் ரொம்ப கிரேஸாக வெயிட் பண்ணிகிட்டே இருப்போம், எப்போ என்னென்ன படம் வருதுங்கிறதுல ரொம்ப இன்ட்ரெஸ்ட்டு. பர்டிகுலராக எனக்கு ரொம்ப நல்ல ஞாபகம் இருக்கிறது கிழுக்கம், சித்திரம் ரெண்டும் ரொம்ப தடவை பார்த்துருக்கோம். அசிஸ்டன்ட் டைரக்டராக இருக்கிறது. ஃபாசில் சார் படம் வந்து எல்லா படமும் தான். ஃபாசில் சார் தான் எனக்கு தெலுங்குல கே விஸ்வநாத் சார், ஃபாசில் சார், பாரதிராஜா சார், பாகிரா சார், இவங்கெல்லாம் எனக்கு வந்து குரு மாதிரி. அவங்களோட ஃபிலிம்ஸ் நான் நிறைய கற்றுக்கிட்டேன். ഇപ്പോ സാർ ഉണ്ടാക്കി കൊടുത്തൊരു ഇൻഡസ്ട്രി ഉണ്ടല്ലോ, അതായത് ഇപ്പൊ നീ വരുന്നു എന്റെ കൂടെ അവിടെ വരെ എന്നൊക്കെയുള്ള രീതിയിൽ നേരിട്ട് പരിഭാഷ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള സംഭാഷണങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ പാട്ടിനായാലും കുട്ടികൾ വരെ ഓർത്തിരിക്കുന്ന ലിറിക്സ് ഉണ്ടാക്കാനും ഒക്കെ ഒരു ശ്രമം അതിന്റെ ഭാഗത്ത് ഭീകരമായിട്ടുണ്ട്. അപ്പൊ അത് വേണ്ട വിധത്തിൽ അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കിയതിൽ, ഒരു പാരലൽ ഇൻഡസ്ട്രി മലയാളത്തിൽ ഉണ്ടാക്കിയതിന്റെ രീതിയിൽ അംഗീകാരം കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അംഗീകാരമായിട്ട് സത്യമായിട്ട് കിട്ടിയിട്ടില്ല. എനിക്കതിൽ ഇച്ചിരി കുറച്ച് വിഷമമുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞുതരാം. മൊത്തം ഡബിങ് ഇൻഡസ്ട്രി ഡെഡായി നിൽക്കുന്ന സമയത്താണ് ഞാൻ
ആന്ധ്രയിൽ കാലുവെക്കുന്നത്, ഹൈദരാബാദ്. ഇന്നത്തെ ഹൈദരാബാദും അല്ല, 2003 ഹൈദരാബാദ് ഒരു റോഡ് നമ്പർ 1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ, സാറിന് അറിയാം. അപ്പോൾ ഈ 2003 ഞാൻ 2002 ലാസ്റ്റാണെന്ന് തോന്നുന്നു, ഞാൻ ഹൈദരാബാദ് പോകുമ്പോൾ അവിടുത്തെ സിനിമകൾ ഒരു വേറൊരു ചിന്താഗതിയിലേക്ക് പോകുന്ന സിനിമകളാണ്. അതിലെ നല്ല സിനിമകൾ തെരഞ്ഞു പിടിച്ചാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ, ഞാൻ എടുത്ത സിനിമയുടെ പ്രൊഡ്യൂസർ തന്നെ എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അയാൾ എൻ്റെ നല്ല ഫ്രണ്ടാണ്. ഈ സിനിമ നിങ്ങൾ ചെയ്യരുതെന്ന് രവികിഷോർ എന്ന് പറയുന്ന സ്രാവഞ്ചി മൂവീസിന്റെ ഓണർ എന്നെ അദ്ദേഹം അഡ്വൈസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്യരുത്. പക്ഷെ എൻ്റെ കോൺഫിഡൻസ്, എൻ്റെ ഒരു വിശ്വാസം, അതിലൂടെയാണ് ഞാൻ ഈ മലയാള സിനിമയിലേക്ക് ഈ ഡബ് സിനിമകൾ കൊണ്ടുവന്നത്. അത് ഒരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ, പെർഫെക്ഷൻ ഉള്ള ക്വാളിറ്റി ഉള്ള നല്ല ഡബിങ് സിനിമകൾ മലയാളത്തിൽ ലോഞ്ച് ചെയ്യുന്നു. അത് അല്ലു അർജുന്റെ ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. അല്ലു അർജുന്റെ ഒരു വന്നത് നിമിത്തം എന്ന് ഞാൻ പറഞ്ഞു. അത് നിമിത്തം എന്ന് പറയാൻ കാരണം അല്ലെങ്കിൽ ഞാനാണ് മികച്ചത്, അല്ലെങ്കിൽ ഞാനാണ് ചെയ്തതെന്ന് അവകാശപ്പെടാൻ ഒന്നിനും തയ്യാറില്ല. പക്ഷെ ഡബിങ് സിനിമകൾ ഞാൻ അവകാശപ്പെടാം. ക്വാളിറ്റിയുള്ള സിനിമ ഞാനാണ് അത് കൊണ്ടുവന്നതെന്നുള്ളത് വേണമെങ്കിൽ എനിക്ക് അവകാശപ്പെടാൻ പറ്റും. കാരണം അതിനെ വേറെ ആൾ നിഷേധിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും കണ്ട കാഴ്ചപ്പാടിലല്ല ഞാൻ കണ്ടത്. സിനിമകളുടെ ക്വാളിറ്റി, സിനിമകളുടെ സെലക്ഷൻ, സിനിമകളുടെ ഇപ്പം കൊത്തവങ്കാര ലോകത്തിന്റെ വേറൊരു പേരുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ ലോകം. ആ സിനിമ മുന്നേ കമ്മിറ്റ് ചെയ്തതാണ്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കമ്മിറ്റ് ചെയ്യുന്നതാണ്. ഹാപ്പി ഡേയ്സ് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കമ്മിറ്റ് ചെയ്തതാണ്. അതൊക്കെ എൻ്റെ ഒരു വീക്ഷണമാണ്. അതിൽ ആർട്ടിസ്റ്റ് ഇല്ല, അതിൽ മറ്റൊരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു കുട്ടികൾ പോലും ഇല്ല. അന്ന് ആ കുട്ടി പെൺകുട്ടി തമന്നല്ല, അത് ഹാപ്പി ഡേയ്സിലാണ്. അത് അന്ന് തമന്ന ജസ്റ്റ് ലോഞ്ച്, തമന്ന നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് മീ. തമന്നല്ല, ശേഖർ കമല പോലും ഇല്ല. ശേഖർ കമല ഇസ് ദ സെക്കൻഡ് ഫിലിം, ഒരു ഫിലിമേ ചെയ്തിട്ടുള്ളൂ. ബട്ട് ഞാൻ പോയി കാണുമ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ, നീ ഇത് കാണണം. എൻ്റെ സുഹൃത്ത് പറയണം നീ കാണണം. ഞാൻ ഒരു ഓക്കെ, ഞാൻ അന്വേഷിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. സോങ് പോലും റിലീസ് ചെയ്തിട്ടില്ല. ഞാൻ ബിഫോർ സിനിമ കമ്മിറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഡബിങ്ങും റീമേക്ക് റൈറ്റ്സും മരിച്ചു ഹാപ്പി ഡേയ്സിൽ. ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു വീക്ഷണം, അത് ചിലപ്പോൾ ജഡ്ജ്മെന്റ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ബദ്രിനാഥ് തെലുങ്ക് ഇൻഡസ്ട്രിയുടെ ആ ചരിത്രത്തിൽ ആദ്യമായിട്ട് സൈമൾട്ടേനിയസ് ഡബ് ചെയ്ത് ഒരു സിനിമ റിലീസ് ചെയ്തത് ബദ്രിനാഥാണ്. സെയിം ഡേ ഒരേ സ്റ്റുഡിയോയില് സെയിം ഡേ റിലീസ് ചെയ്തു ബദ്രിനാഥ്. ഒരേ സ്റ്റുഡിയോ, ഹൈദരാബാദിലുണ്ട്. അപ്പം അത് സെൻസർ ചെയ്യാൻ പറ്റപ്പാടെ എനിക്കറിയാം. കാരണം അവരുടെ സെൻസർ കഴിഞ്ഞിട്ടേ എനിക്ക് തരത്തുള്ളൂ. ഇത് എന്റെ പേരിലുള്ള പടമാണ്. അപ്പൊ അതിന്റെ ലിമിറ്റേഷൻസും അതിന്റെ ഇന്നത്തെ അത് ആ മേഡത്തിന് മലയാളി അവര് ഇവിടെ കേരളത്തിൽ ഇരുന്നിട്ടുള്ള സെൻസർ ഓഫീസർ ലേഡി ആയിരുന്നു. അവർക്ക് എന്നോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പാവം നല്ലൊരു ഭയങ്കര മേഡമായിരുന്നു. അപ്പൊ അവരുടെ ഒരു സപ്പോർട്ടും കൂടെ എനിക്ക് കിട്ടിയത് കാരണമാണ് അത്. തീർച്ചയായിട്ടും നെക്സ്റ്റ് ഫിലിം ഹാപ്പി ഡേയ്സ്. അതിന്റെ വർക്ക് തീർന്നിരിക്കുകയാണ്. ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത്, മേ ബി നെക്സ്റ്റ് മന്ത് ജൂലൈക്ക് മുമ്പ് ചെയ്യാനായിരുന്നു. ഇത് ഏപ്രിൽ റിലീസ് ചെയ്തിരുന്നെങ്കിൽ ജൂൺ ലാസ്റ്റോട് കൂടി ഹാപ്പി ഡേയ്സ് ചെയ്യുമായിരുന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞിരിക്കുക വന്നത്. ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ഹാപ്പി ഡേയ്സ് ഗ്യാരണ്ടി ഇമ്പാക്ട് ഷോർട്ടാണ്. ഈ കാതലിക്കൊരു സംഭവം വെച്ചാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞു പൃഥ്വിരാജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാനാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല. ആദ്യത്തെ റിലീസായ പടം എന്റേതാണ്. ചിലപ്പോ പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല, ഇവർക്ക് അറിയാമായിരിക്കും, കാണുന്നവർക്ക്. നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ അവരുടെ അതായിരുന്നു അഭിനയിക്കുന്ന പടം. അഭിനയിച്ച ലൊക്കേഷനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇത് നിങ്ങൾ ഷൂട്ട് ചെയ്തത്. അപ്പൊ ഇതെന്താ തോന്നുന്നു, ഈ പെർഫെക്ഷന്റെ പ്രശ്നമുണ്ട്. അതായത് ഈ ഭയങ്കര കൊമേഴ്ഷ്യൽ ചിന്താഗതികളാണ്. ശരിക്കും ഭയങ്കര കൊമേഴ്ഷ്യൽ. ഇടുന്ന ഒരു സിനിമയുടെ ടൈറ്റിൽ ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു കൊമേഴ്ഷ്യൽ, സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു സാധനം. ഉദാഹരണത്തിന് ട്രിവാൻഡ്രത്ത് ഒരു ടെക്സ്റ്റൈൽ നടത്തുന്നുണ്ടായിരുന്നു, അതിന്റെ ഒരു ആഷ് ഭൂഷൺ, മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, സാധാരണക്കാരുടെ മൈൻഡിലാണ് ചിന്തിക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് ഒക്കെ ചെയ്തതിൽ അന്ന് വൈകുണ്ഠം.
എനിക്ക് അതിൽ ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു മലയാള സിനിമ പോലെ തോന്നി എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ മോഹൻലാൽ സാറിന്റെ സ്റ്റുഡിയോയിലാണ് ഡബിങ് എടുക്കുന്നത്. അപ്പൊ ഞാൻ ഒരു ദിവസം ഡബിങ് കഴിഞ്ഞ് ഇങ്ങനെ എന്റെ കഴിയാറായി 2 മണിക്കൂറോട് കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെള്ളം ചുപ്പിട്ടും ഇല്ലാത്തതുണ്ട്, ഭയങ്കര ടെൻഷൻ. അപ്പൊ എന്താന്ന് വെച്ച് പറഞ്ഞു, ഒരു ക്ലൈമാക്സിന്റെ സമയത്ത് ഒരു പ്രത്യേക സമയത്ത് ഫൈറ്റിനൊപ്പം ഒരു പാട്ട് വരുന്നു. ഫൈറ്റ് പാട്ടിലാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെനിക്ക് കാണിച്ചു തരുന്നു, അതിന്റെ ടെൻഷനിലാണ്. ഇത് കേട്ടു. അപ്പൊ എന്നോട് എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഭയങ്കര ബോറായിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു അതെ കറക്റ്റ്, ഭയങ്കര ബോറായിട്ടുണ്ട്. ഇതെങ്ങനെ ശരിയാക്കാന്നുള്ള ടെൻഷനിലാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ എന്റെ അടുത്ത് ചോദിച്ചു, ഇത് ആരെഴുതും ഈ സാധനം? അത് വേറെ ടൈപ്പ് ഓഫ് കവിത പോലത്തെ പരിപാടിയാണ്. ടിപ്പിക്കൽ നാടൻ പാട്ട്. അപ്പൊ ഇത് എത്ര സെറ്റ് ചെയ്തും സെറ്റ് ആവുന്നില്ല. അപ്പൊ ആ സിജു അല്ലാട്ട് എഴുതിയിരിക്കുന്നു, വേറെ അത് വേറെ ആരും എഴുതിയ സാധനമാണ് കേൾപ്പിച്ചത്. വേറെ ഏതൊരു എക്സ്പീരിയൻസ് എഴുതിയതാണ് കേൾപ്പിക്കുന്നത്. അതാണ് രണ്ടുപേരും പരമ ബോറായിട്ട് പറയുന്നത്. അപ്പൊ എന്നോട് ചോദിച്ചു ഇത് ആരെ എഴുതിയാൽ ശരിയാവും ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഒറ്റയടിക്കാൻ ആലോചിച്ചു, മുരുകൻ കാട്ടാക്കട. ഒറ്റയടിക്ക് മനസ്സിൽ വന്ന വാക്കുകളാണ്. ഞാൻ ഡബിങ്ങിന് വീണ്ടും അകത്ത് കയറി തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും പറഞ്ഞു മുരുകൻ കാട്ടാക്കട എപ്പോ വരും, 20 മിനിറ്റിൽ വരും എന്ന് പറഞ്ഞ. അപ്പൊ അതാണ് ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടി ആരെ കൊണ്ടുവരാനും എത്ര പൈസ കൊടുക്കാനും അതിന്റെ ക്വാളിറ്റി നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പോലെ അങ്ങ് വൈകുണ്ഠപുരം പോലെ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അതിന്റെ എല്ലാ രീതിയിലുള്ള അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ആ 2 വരി എഴുതിയത് ഞാനാണ്. അതാണ് അത് പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി. എനിക്കറിയാലോ അത് ഞാൻ എങ്ങനെയെങ്കിലും തള്ളി എക്സ്പൈസിലാക്കി. അത് എഴുതിയത് ഞാനാ, അതുകൊണ്ടാണ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പരമ ബോറായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞു ഞാനായിട്ട് എഴുതിയത്. അപ്പൊ തന്നെ സ്റ്റുഡിയോത്തോട്ട് വരും. നോർമലി ഇപ്പൊ മലയാളത്തിൽ ഇപ്പൊ കുറച്ചുകൂടെ ഡാർക്ക് ഹ്യൂമർ സിനിമകൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. ആളുകൾക്ക് അതായത് ഒരു ക്രൈം ആണെങ്കിൽ പോലും അതിന്റെ ഹ്യൂമറിലൂടെ ആളുകൾക്ക് ഫാമിലി ആയിട്ട് എന്റർടൈൻ ചെയ്യിക്കുക എന്നൊരു ഇതിലേക്ക് മാറി. പക്ഷെ എല്ലാത്തിനും ഒരു എന്താ പറയാ ഒരു അളവുണ്ട്. അപ്പൊ അത് ഇപ്പൊ താങ്കൾ ഇപ്പൊ ചെയ്യുന്ന സിനിമകളായിട്ട് ഒരു ഫീൽ ഗുഡാണ്. എല്ലാ പ്രേക്ഷകനും തിയേറ്ററിൽ ഇരുന്ന് കണ്ട് ആസ്വദിച്ച് തിരിച്ചിറങ്ങി വരാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സിനിമ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള അതൊരു ചിരിയുടെ മറവിൽ ഇങ്ങനെ കൊടുത്തിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ കുറച്ച് കൂടി പോകുന്നുണ്ട്, കളവ് കൂടി പോകുന്നുണ്ട്? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു സിനിമകളുടെ പേര് ഇങ്ങോട്ട് പറഞ്ഞാൽ ഇറങ്ങിയത് മോഹിനിയാട്ടം കഴിഞ്ഞ ദിവസം പരിമളം ഇറങ്ങി. ഇപ്പൊ ഇനി അടുത്തൊരു സിനിമ വരുന്നുണ്ട് മലയാള സിനിമയെ കുറിച്ചില്ല. തമിഴാണ് അല്ല അങ്ങനെയല്ല, എനിക്ക് മോഹിനിയാട്ടം വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇപ്പൊ ശ്രീനിയേട്ടൻ എന്നോട് സൺഡേകളോട് കഴിഞ്ഞപ്പോ ശ്രീനിയേട്ടൻ അദ്ദേഹത്തിന്റെ വീട്ടില് ക്ഷണിച്ചു, ചായ കുടിക്കാൻ ക്ഷണിച്ചു. ശ്രീനിയേട്ടൻ ചോദിച്ചു, എടോ എല്ലാവരും ചോദിക്കും ഞാൻ ഇത്രയും സിനിമ എഴുതിയിട്ടുള്ളൂ, ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് എല്ലാവരും ചോദിക്കും. ഞാൻ പറയും ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണോ അതാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുമ്പോൾ മോഹിനിയാട്ടം ഇപ്പൊ അവര് സെലിബ്രേഷൻ വിളിച്ചിട്ടുണ്ട്, 28ാം തീയതി സെലിബ്രേഷൻ ആണ് അല്ലേ. കുഞ്ഞു സിനിമയായിട്ട് നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ ധൈര്യം അതല്ലേ. കൊച്ചു സിനിമകളാണ് ഇവിടെ ബമ്പർ ഹിറ്റ് അടിക്കുന്നത്. ഇപ്പൊ നമ്മള് കഴിഞ്ഞ പുറകോട്ട് ആലോചിച്ച് നമുക്ക് മനസ്സിലാവും, എല്ലാം ബഡ്ജറ്റ് അല്ല ഇവിടെ, ആര് അഭിനയിച്ചു എന്നുള്ള വിഷയമേ അല്ല. കോണ്ടന്റിന് ഇത്രയേറെ പ്രാധാന്യമുള്ള ഏത് നാട്ടിലുള്ള ഡയറക്ടർക്കും സ്വപ്നം കാണാവുന്ന ഒരു സ്ഥലമാണ്. അതായത് അവരുടെ സ്വപ്നത്തിൽ കാണാൻ പോലും പറ്റാത്തൊരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. എന്ത് തരം കോണ്ടന്റ് ഇപ്പൊ കണ്ടു. ഇങ്ങോട്ട് വരുമ്പോ ബാലൻ എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്ററുകൾ കണ്ടു, സന്തോഷമുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതി ഒരു പോസ്റ്റർ പോലും വരുന്ന വ്യത്യാസം നോക്ക് അല്ലെ. അല്ലെങ്കിൽ മഞ്ഞുമല ബോയ്സ് പോലത്തെ ഇത്രയും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമ കഴിഞ്ഞിരിക്കുന്ന ഒരു സംവിധായകൻ എടുക്കുന്ന അയാൾക്ക് ഏത് ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കിട്ടില്ല, അയാൾ എടുക്കുന്ന എഫോർട്ട് കൊടുക്കും. പുതിയൊരു പരിപാടി, ഈ പുതിയ പരിപാടി എന്നുള്ള സംഗതി എന്ത് തന്നെയാണെങ്കിലും അതിപ്പോ ഹോം എന്ന് പറയുന്ന സിനിമ ആയിക്കോട്ടെ, ജാനേമൻ ആയിക്കോട്ടെ, മധുരമായിക്കോട്ടെ, കൊച്ചു സിനിമകളാണ് നമ്മുടെ ബമ്പർ ഹിറ്റുകൾ അടിച്ചിട്ട്. വാഴ ആലോചിച്ചു 200 കോടി ചില്ലറ കളിയാണോ ഇത്രയും ചെറിയ ബജറ്റിൽ എടുത്തിട്ട്. അപ്പൊ അത്രയും ഒരു പർദീസ പോലത്തെ ഒരു ഇൻഡസ്ട്രിയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രിയിൽ നമ്മൾ എല്ലാവരും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം. അല്ല ഇപ്പൊ ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പെരിമെന്റിലൊന്നുമല്ല. കേട്ട കഥകളിൽ വളരെ താല്പര്യം തോന്നിയ ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുമെന്ന് വിശ്വാസം തോന്നിയ ഒരു സിനിമയാണ്. പുതിയ സാധനങ്ങൾ ചെയ്യണം. എന്തായാലും ഇതുവരെ മോശമായിട്ടില്ലല്ലോ. എല്ലാം വിജയിച്ചിട്ടില്ല.
പറഞ്ഞിട്ടാണ്. ജിസേട്ടാ, അപ്പൊ അതേപോലെ ഈ അല്ലു അർജുൻ ആരാധകർക്ക് ജിസേട്ട ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ചിലപ്പോ നമ്മൾ അല്ലു അർജുനോട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ഇപ്പൊ ജിസേട്ടനെ കാണുമ്പോൾ സംസാരിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അതേപോലെ ഈ ബർത്ത്ഡേ വിഷ് വീഡിയോ ഒക്കെ ചോദിച്ച് ആരാധന വിളിക്കാറുണ്ടോ ആ സൗണ്ട് കിട്ടാൻ? ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അതായത് കുട്ടികളെ ഉപദേശിക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അതാണ് എന്റെ ഏറ്റവും വലിയ തമാശ. അതായത് ഒരു സമയത്ത് എബ്രിഷൈൻ അല്ലേ, എബ്രിഷൈൻ നമ്മുടെ 1983 ചെയ്യുന്ന ആ സമയത്ത്, ആ സിനിമ കഴിഞ്ഞിരുന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചിട്ട് വേണം മോനെ ഒന്ന് ഉപദേശിക്കണം. ഞാനെന്ത് ഉപദേശിക്കാനാണ്? അല്ല, ഞാൻ അല്ലു അർജുന് ഫോൺ കൊടുക്കാന്ന് പറഞ്ഞു. അല്ലു അർജുനാണ് വന്ന് വിളിക്കാം. നീ പറഞ്ഞാൽ കേൾക്കും. ഇവൻ വിളിക്കാൻ, ഹലോ അല്ലു, ഞാൻ എന്റെ ഫോൺ കൊടുക്കാൻ, ഒന്ന് സംസാരിക്കാമോ? അപ്പൊ ഞാൻ, ഹലോ മോനെ, എന്താണ് വിശേഷം? നീ പഠിക്കുന്നില്ല എന്ന് കേട്ടു, നന്നായിട്ട് പഠിക്കണം, അച്ഛൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണം. ഈ കുട്ടി വിശ്വസിച്ചു. മനസ്സിലായി? അവൻ വലുതായി കഴിഞ്ഞിട്ടാണ് ഞാനോട് പറഞ്ഞത് നിന്നെ പറ്റിക്കുകയാണ്. മനസ്സിലായോ? ഞാനാണ് സംസാരിച്ചോണ്ടിരുന്നത്. ഇത് മാത്രം മുറിച്ചെടുത്തിടരുത്. ഒരുപാട് ആൾക്കാർ വിളിക്കാറില്ല ഈ സൗണ്ട് കേൾക്കണം. അങ്ങനെ ഒന്നുമില്ല, വെറുതെ പറയാം. ഒരാൾ പോലും വിളിച്ചിട്ടില്ല. പെൺകുട്ടികളൊന്നും വിളിക്കാറില്ല. കോണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്, രസമായിട്ടുള്ള സൈഡിൽ നിന്ന് കോണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. ഹാപ്പിയിലേക്ക് വരുവാണെങ്കിൽ അല്ലിന്റെ ആക്ടിങ് ആണെങ്കിലും ഡയലോഗ് ഡെലിവറി ആണെങ്കിലും കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളത് കുറച്ചുകൂടെ എക്സാജറേറ്റ് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പം മലയാളത്തിലേക്ക് ഡബ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഡയലോഗ് കണ്ടിട്ട് പോയി ഇവിടെ വർക്കാവോ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അങ്ങനെ ചെയ്തിട്ട് തിയേറ്ററിൽ വന്ന് വിചാരിച്ചതിനേക്കാൾ അപ്പുറമായിട്ട് പ്രതീക്ഷയ്ക്ക് അപ്പുറം ഓഡിയൻസ് ഭയങ്കര നല്ല ചോദ്യമാണ്, ഉഗ്ര ചോദ്യം. എന്നോട് ഇന്നേ അവരാരും ഈ ചോദ്യം ചോദിച്ചിട്ടില്ല. ഇത് അല്ലു അർജുന് വേണ്ടിയിട്ട് ഡബ് ചെയ്യുമ്പോ ഞാൻ ഒന്നുണ്ട് സീൻസ് പറയാം. ആര്യയുടെ ക്ലൈമാക്സ് ഞാൻ വിളിച്ചു, ദൈവം ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് പോകും. കാരണം ഓർക്കണ്ട, കാരണം കല്യാണ വീട് അങ്ങനെയൊക്കെ വിളിച്ചിട്ട് ഗീത കരയുന്നു, മൊത്തം ഡ്രാമ കാണിക്കുന്നു, അവള് നെക്സ്റ്റ് തിരിഞ്ഞ് ചിരിക്കുന്നു. ഞാൻ ദൈവം, ഇത് ഭയങ്കര കത്തിക്കും ആൾക്കാർ തിയേറ്റർ. അതൊന്ന് തോന്നിയ സംഭവം. രണ്ടാമത് ഈ അടുത്ത് തോന്നിയത് അങ്ങ് വൈകുന്നേരത്ത് ഈ കോൺഫറൻസ് ടേബിളിന്റെ മുകളിൽ കയറി എന്നുള്ളൊരു സീനുണ്ട്. അതായത് ലാർജർ ദാൻ ലൈഫ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതിന്റെയൊക്കെ അപ്പുറമാണ് ആ സീൻ. എനിക്കൊന്നും ഒരു സംവിധായകം എന്നുള്ള കൺസീവ് ചെയ്യാൻ പറ്റും. കാരണം കൈവിട്ട കളിയാണ് ഇത്. പ്രത്യേകിച്ച് ഇപ്പൊ ആന്ധ്രയിൽ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഉറപ്പായിട്ട് അവരെ സ്വീകരിക്കും. നമ്മൾ എപ്പോഴും അങ്ങനെയല്ലേ, ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ചെറുതായിട്ട് മാറി. പക്ഷെ ഇവിടെയും അത് വിജയിച്ചു എന്നുള്ളതാണ്. സിനിമ ടോട്ടാലിറ്റി നന്നായപ്പോൾ നന്നായി. അങ്ങനെ പലപ്പോഴും എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന രണ്ട് സീൻസ് ഇതാണ്. പടത്തിലെ ഹാപ്പിയിലെ ഡയലോഗ് അല്ലുവിന്റെ എന്തെങ്കിലുമൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഡയലോഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുവാണെങ്കിൽ. ഞാനങ്ങനെ ഒത്തിരി നാളായി, 20 വർഷമായി. ഞാനിപ്പോ അടുത്ത സിനിമ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. പക്ഷെ അത് ഞാൻ ഡയലോഗ്സ് ഒന്നും ഓർത്തിരിക്കുന്നില്ല. ഈ ചോദ്യം ഉണ്ടാകുമെന്ന് അറിയുമായിരുന്നെങ്കിൽ പഠിച്ചുകൊണ്ട് വന്നേരെ. അത് എല്ലായിടത്തും പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ ലാസ്റ്റ് മറ്റേ മധു ഐ ലവ് യു എന്ന് പറയുന്ന സാധനം ഭയങ്കര ട്രെൻഡിങ് ആണ്. നമ്മുടെ ക്ലൈമാക്സിനോട് അത് പറയാൻ പറ്റും. പിന്നെന്താ എവിടെ മധുവിടെ മധു ഐ ലവ് യു മധു ഐ ലവ് യു. മീറ്റർ അതിപ്പോ പറഞ്ഞാലും പെർഫെക്ഷൻ ഉണ്ടാവില്ല. അത് ഉണ്ടാക്കിയെടുക്കാനേ പറ്റത്തുള്ളൂ. വിഷ്വല് കണ്ടാലേ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അല്ലു അർജുന്റെ സിക്സ് പാക്ക് ബോഡി കണ്ട് അന്ന് നമ്മൾ കൈയടിച്ചതാണ്. ഇന്ന് സിനിമ തിയേറ്ററുകളിൽ എത്തുകയാണ്. അപ്പോ 2K കിഡ്സിന് അല്ലു അർജുന്റെ ഹെയർ സ്റ്റൈൽ കണ്ടാൽ ഇഷ്ടപ്പെടുന്നു. 2K കിഡ്സിന് ഹെയർ സ്റ്റൈല് പുതിയതോ? അല്ലു അർജുൻ ഈ ഇപ്പം ഉണ്ടാക്കിയിരിക്കുന്ന ഹെയർ സ്റ്റൈൽ ആ പുതിയ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അറ്റ്ലിയുടെ സിനിമയാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് ലയിച്ചിട്ട് അതിനു വേണ്ടി അതൊരു അറിയാലോ അതിന്റെ സബ്ജക്റ്റും കാര്യങ്ങളും. അപ്പൊ അതിനു വേണ്ടി അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ചിലപ്പോ അത് യൂത്ത് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, കുറച്ചൊക്കെ കുറെ പേരൊക്കെ അതുപോലെയൊക്കെ ഹെയർ സ്റ്റൈൽ മാറ്റിയിട്ടുണ്ട്. അല്ലുവിന്റെ പടമായിട്ട് എങ്ങനെയാണ് ഇതെല്ലാം സംഭവം അറിയാം. മുന്നേ ഉള്ള സിനിമകളെല്ലാം ഞാൻ അല്ലുവിന്റെ സിനിമകൾ മേടിക്കുകയാണ് പതിവ്. ഇപ്പൊ എന്നാ സംഭവം എന്ന് വെച്ചിരുന്നാൽ അവര് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് ഒരു പരിധി ഉണ്ട്, നമുക്ക് അതിലേക്ക് പോകാനും
ട്രാവൽ ചെയ്യാനും. അപ്പം അതുകൊണ്ട് കുറച്ച് മാറ്റമുണ്ട്. ഈ ഫ്യൂച്ചറിൽ ആകാതിരിക്കാനൊന്നും ഒരു സാധ്യതയില്ല. അതിൻ്റെ പൊട്ടൻഷ്യൽ നോക്കിയിട്ട് തീർച്ചയായിട്ടും ഉണ്ട്. അതിനിടയിൽ ഞാൻ ഇപ്പം മലയാള സിനിമയിലേക്ക് തലവെച്ചിട്ടുണ്ട്. 3 സിനിമകളുടെ പിറകിലാണ്. കണ്ടിന്യൂ ആയിട്ട് മലയാള സിനിമകൾ എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടാക്കിക്കൊണ്ട് വരും നിങ്ങളുടെ മുമ്പ്. നിങ്ങളുടെയൊക്കെ സഹായം വേണം, സഹകരണം വേണം, എന്താ പറയുക, നിങ്ങളുടെയൊക്കെ സ്നേഹത്തോടെയുള്ള തലോടൽ വേണം. ഈശ്വര അടുത്ത പടം ഈ ആസിഫിൽ വെച്ചിട്ട് ഒരു പടമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇപ്പൊ ആസിഫിൽ ടിക്കിറ്റാക്ക പോലത്തെ ഒരു വലിയ പടം കഴിഞ്ഞ് നിൽക്കുകയാണ്. ടിക്കിറ്റാക്കേണ്ട പ്രതീക്ഷകൾ എങ്ങനെയാണ്? ടിക്കിറ്റാക്ക ഞാൻ ആസിഫിന്റെ ഈ രൂപാന്തരീകരണം ഏറ്റവും അടുത്ത് നിന്ന് കണ്ട ഒരാളാണ്. അപ്പൊ അത് ആ സിനിമയ്ക്ക് വേണ്ടി ആസിഫ് എടുത്തിരിക്കുന്ന എഫേർട്ട് അയാളുടെ കഴിഞ്ഞ ഒരു 15 വർഷത്തെ അല്ലെങ്കിൽ 16 വർഷത്തെ ഒരു കരിയറിൽ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്ന എഫേർട്ട് എടുത്തിരിക്കുന്ന പടമാണ്. കാരണം അത്രയേറെ ക്ഷീണിച്ചു, ഭക്ഷണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാള് ഭക്ഷണം കഴിക്കാതെയായി, ഭയങ്കരമായിട്ട് എന്താണോ ട്രെയിനർ പറയുന്നത് മാത്രം ചെയ്ത് എക്സസൈസിൽ ഫോക്കസ് ചെയ്ത്. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് UK ട്രാവൽ ചെയ്തു കഴിഞ്ഞ 2 ആഴ്ച. ഇപ്പോഴൊക്കെ നമ്മൾ എവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴും ആസിഫ് ഇപ്പോഴും വളരെ സാലഡ്സ് മാത്രം കഴിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പടത്തിൽ കുറച്ചും കൂടെ ഒക്കെ വണ്ണം വേണം, ഈ ടിക്കറ്റ് ആക്കിയാലൊന്ന് പുറത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ആ വണ്ണം വെപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമായിട്ട് വരും എനിക്ക് തോന്നുന്നു. കുറെ സീനുകൾ കണ്ട സീനുകൾ പോലെയൊക്കെ സിനിമ വരികയാണെങ്കിൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അടുത്ത പടത്തിന്റെ ഇപ്പൊ ചെയ്യാൻ പോകുന്ന സിനിമ 25th ഷൂട്ട് തുടങ്ങുന്നത്. ഫാമിലി ത്രില്ലർ ജോണറിലാണ് വരുന്നത്. അത് ഒരുപക്ഷെ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഇതുവരെ തൊട്ടിട്ടില്ലാത്ത തരം ഒരു പാറ്റേൺ. വളർച്ച അല്ലെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ടേണിംഗ് പോയിന്റ് ആയിട്ട് വന്നത് ജിസോ എന്നൊരു ഡയറക്ടറാണ്. അപ്പം ആസിഫിന്റെ വളർച്ചയിൽ എത്രത്തോളം കോൺട്രിബ്യൂഷൻ ഉണ്ട് ജിസോയിൽ? തിരിച്ചാന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങോട്ട് എന്നെ പറഞ്ഞ പോലെ ആരും ഫസ്റ്റ് പടത്തിന് ഒരു ആക്ടർ മനസ്സിലാക്കാതിരുന്ന ഒരു സമയത്ത് ബൈസിക്കിൾ തീംസ് പോലത്തെ അത്രയേറെ ട്വിസ്റ്റ് ഉള്ള ഒരു പടം ഒറ്റ കേൾവിയിൽ തന്നെ മനസ്സിലായിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പം ഞാൻ അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കാൾ ഉറപ്പായിട്ടും സൺഡേ ഹോളിഡേ പോലത്തെ സിനിമകൾ ആസിഫിനെ ഒരു ഫാമിലി ഓഡിയൻസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ വിജയ് സൂപ്പർ പവർമയൊക്കെ. പക്ഷെ എപ്പോഴും ഞാൻ ഇങ്ങനെ തിരിച്ച് കാണാനാണ് ഇഷ്ടം. മറ്റു ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ടേ? അയ്യോ പാവം എന്നുള്ള പടം ഞാനാണ് റിലീസ് ചെയ്തത്. അത് സൂപ്പർ ഹിറ്റ് ആയിരുന്നു അവിടെ തെലുങ്കിൽ. ഉല്ലാസക ഉത്സാഹക. ഇത് ഇപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത സിനിമ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവാണ്. 25 ഇതേ ഡേറ്റ് ആണ്, 25-ാം തീയതി. പുള്ളി ഇത്രയും തിരക്കടിച്ചിട്ടും നമ്മളെ കൂടെ വന്ന് സത്യം പറഞ്ഞ ഞാൻ തൊഴുകയോടുകൂടി നമസ്കരിക്കുകയാണ്. കാരണം വളരെ സ്നേഹത്തോടെ ഇത്രയും തിരക്ക് പിടിച്ച് നിന്നിട്ട് പോലും വന്ന് നമുക്ക് വേണ്ടി ഈ പ്രസ് മീറ്റ് ഉണ്ട്, ഇത് വരണം എന്ന് പറഞ്ഞ് രാവിലെ പോലെ വന്ന് ഇന്റർവ്യൂക്ക് ക്ഷീണമൊക്കെ മാറ്റി വെച്ചിട്ട് പുള്ളി വന്നിരിക്കുകയാണ്. നിങ്ങൾ അദ്ദേഹത്തിനെയും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. സൂപ്പർ ഹിറ്റ് ആണ്. അദ്ദേഹത്തിന്റെ latest release was 1998. Sir, latest release. Unsa one of star. Oh, shooting start. Hala, release aayide sir. Last release. Last release 2018. Okay. അതിന് മുമ്പ് അദ്ദേഹം സാറ് കൊടുത്തിട്ടുള്ള ഒരു സിനിമ പ്രഭാസിന്റെ ഒരു പടം മെക്കായിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം, നമ്മുടെ ഫിലിം മാതിരി മലയാള ഫിലിം ഡാർലിംഗ്. സൂപ്പർ ഫിലിമാണ്. അതല്ലെങ്കിൽ ആയിരുന്നെങ്കിൽ നന്നായിട്ട് അത് ചെയ്യാമായിരുന്നു. യാർച്ചയുമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയൊരു സിനിമയാണ്. നമ്മുടെ മലയാളികൾക്ക് 100% ഇഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസമുള്ള ഒരു സിനിമയാണ്. സാർ ഇത്രയും തിരക്കടിച്ചു വന്നു, അതിനൊരു താങ്ക്സ് കൂടെ ഞാൻ പറയുകയാണ് ഞാൻ അവസരത്തിൽ. താങ്ക് യു വെരി മച്ച്. ഹാപ്പി 2 ഉണ്ടാവുമോ? ഹാപ്പി 2 is coming. ഇനി അല്ലു അർജുനെ വെച്ചൊരു സിനിമ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ചാൻസ് Okay, thank you. Okay, sir. Thank you for. Thank you, sir. ஒரு சைடுல விஜய் சேதுபதி
മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നന്ദി. എല്ലാ രീതിയിലും നിങ്ങൾ സഹകരിച്ചതിന് വളരെയധികം ആത്മാർത്ഥമായിട്ട് ഞാൻ നന്ദി ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.